Good afternoon. Good afternoon, Miss. എല്ലാവരും എത്തിയില്ലേ? Good afternoon, Miss. Good afternoon. എല്ലാവരും എത്തിയില്ലേ? ടേക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നോണ്ടിരിക്കണോന്ന് തോന്നുന്നു. ആദ്യം കുറേ പേരുണ്ടായിരുന്നു. വൈകിയാണോ ക്ലാസ് കഴിഞ്ഞേ? ഇപ്പൊ കഴിഞ്ഞ് 2-3 മിനിറ്റ് ആയി. ഒന്ന് തീരുവോ നമ്മുടെ ഈ ചാപ്റ്റർ? 2-3 പേജും കൂടി ഉണ്ട്. ഇനി ഒരു ചാപ്റ്റർ കൂടി നമുക്ക് ബാലൻസ് ഉണ്ട് എടുക്കാനായിട്ട്. ഓക്കെ, നമ്മളപ്പോ കഴിഞ്ഞ ക്ലാസ്സില് ടൈപ്പ് ഓഫ് പ്രീവാലൻസ് ആയിരുന്നു പറഞ്ഞത് അല്ലെ? 3 ടൈപ്പ് പറഞ്ഞില്ലേ? ഏതൊക്കെയായിരുന്നു 3 ടൈപ്പ് ഓഫ് പ്രീവാലൻസ്? പോയിന്റ് പ്രീവാലൻസ്, പോയിന്റ് പ്രീവാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സർട്ടൻ ടൈമില് ഒരു സർട്ടൻ ടൈമില് ഉള്ള നമ്പർ ഓഫ് കേസസിന്റെ എണ്ണാണ് അല്ലെ? നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് അറ്റ് എ സർട്ടൻ ടൈം. ഒരു സർട്ടൻ ടൈമിൽ ഒരു നിശ്ചിത സമയത്തുള്ള ഹെൽത്ത് ഇവന്റിന്റെ കേസുകളുടെ എണ്ണം, നമ്പർ ഓഫ് കേസസ് ആണ് പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. ഏതായിരുന്നു ഫോർമുല? ഏതായിരുന്നു പോയിന്റ് പ്രിവാലൻസ് കാണാനുള്ള ഫോർമുല? ഏതായിരുന്നു? നമ്പർ ഓഫ് കേസസ് പോപ്പുലേഷൻ അല്ലെ? നമ്പർ ഓഫ് കേസസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീപ്പിൾ അല്ലെ? നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ടൈം. ഇതാണ് നമ്മൾ പോയിന്റ് പ്രിവാലൻസി കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞത്. ഇനി നമ്മളെ യൂസസ് ആയിരുന്നു. ഇത് പറഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു അല്ലെ? യൂസസ് പറഞ്ഞായിരുന്നോ 3 ഫസ്റ്റത്തെ? ഇല്ല. ഓക്കെ ഓക്കെ, ഇല്ല. ഓക്കെ, അപ്പൊ നമ്മള് ഫോർമുല വരെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി എന്തൊക്കെയാണ് ഈ പ്രിവാലൻസിന്റെ യൂസസ് എന്തൊക്കെയാണ്? അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താണ് പ്രിവാലൻസ് എന്ന് പറഞ്ഞ രോഗവ്യാപനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് അതിന്റെ യൂസസ് എന്താണ്? ഹെൽപ്പ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലം ഓർ ഡിസീസ് ഇൻ കമ്മ്യൂണിറ്റി. അപ്പൊ എന്താണ് ഹെൽപ്പ് ടു കാൽക്കുലേറ്റ് ചെയ്യാൻ? എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഹെൽത്ത് പ്രോബ്ലംസ് അല്ലെ? ഹെൽത്ത് പ്രോബ്ലം അല്ലെങ്കിൽ ഡിസീസ്, ഒരു കമ്മ്യൂണിറ്റിയില് ഒരു സമൂഹത്തിലുള്ള രോഗങ്ങള് അല്ലെങ്കിൽ അതിന്റെ സമൂഹത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളുടെയൊക്കെ മാഗ്നിറ്റ്യൂഡ്, എത്രത്തോളം അതിന് അളവുണ്ട്, എത്രത്തോളം ആ ഡിസീസ് ഉണ്ട് എന്നൊക്കെ അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പ്രിവാലൻസ് യൂസ് ചെയ്യുന്നു. അപ്പൊ ആ രോഗവ്യാപനത്തിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ആഴത്തില് ആ ഡിസീസസ് വ്യാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഡിസീസ് എന്തോരം ഉണ്ട്, ആ കമ്മ്യൂണിറ്റിയിൽ എത്ര പേർക്ക് ഡിസീസസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഓക്കെ, അതാണ് ഒന്നാമത്തെ യൂസ് എന്ന് പറയുന്നത്, ബെനിഫിറ്റ്സ് വരുന്നത്. ഹെൽപ്പ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലം ഓർ ഡിസീസ് ഇൻ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ്, ഡിസീസുകൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ആ ആരോഗ്യ പ്രശ്നങ്ങള് മാഗ്നിറ്റ്യൂഡ് അത് എത്രമാത്രം ആഴത്തില് അല്ലെങ്കിൽ എത്രമാത്രം രോഗത്തിന്റെ അളവ് എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാനും സഹായിക്കുന്നു. സെക്കൻഡ് പോയിന്റ് ആണ് ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻ. എന്താണ്? നമ്മൾ ഹൈ പൊട്ടൻഷ്യൽ റിസ്ക് പോപ്പുലേഷനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു എന്ന് വെച്ചാൽ എന്താ? ഉയർന്ന അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നു. എന്നുവെച്ചാൽ ഡിസീസുകള് ഹൈ ഇഞ്ചുറി ആണെങ്കിൽ, കൂടുതൽ വ്യാപന ശേഷിയുള്ള ഡിസീസുകൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ, അങ്ങനെ ഏതൊക്കെ ഡിസീസാണ് അപകട സാധ്യതയുള്ളത് ജനങ്ങൾക്കിടയിൽ അപകട സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നു. ഉയർന്ന അപകട സാധ്യതയുള്ള പോപ്പുലേഷനെ എത്ര പോപ്പുലേഷന് അത്രയും പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ട്, ആ ഡിസീസ് കൊണ്ട് റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. ഉയർന്ന അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാൻ സഹായിക്കുന്നു. പിന്നെ യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിങ് പർപ്പസസ്. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള ഇതിലും പ്ലാനിങ് പർപ്പസിനൊക്കെ അത് ഒരുപാട് യൂസ്ഫുൾ ആണ്. അപ്പോൾ രോഗവ്യാപനമൊക്കെ എത്രത്തോളം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ഓരോ കാര്യങ്ങൾ പ്ലാനിങ് ചെയ്യാനും അതിന്റെ പ്ലാനിങ് പർപ്പസിനും അഡ്മിനിസ്ട്രേറ്റീവിനും യൂസ്ഫുൾ ആണ്. അങ്ങനെ 3 പോയിന്റ് ആയിട്ടാണ് തന്നേക്കുന്നത്. ഹെൽപ്പ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഹെൽത്ത് പ്രോബ്ലം ഓർ ഡിസീസ് ഇൻ ദ കമ്മ്യൂണിറ്റി. രണ്ടാമത്തെ ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക്
ഉയർന്ന അപകട സാധ്യതയുള്ള പോപ്പുലേഷൻ ജനസമൂഹങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നു. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തും അതുപോലെ പ്ലാനിംഗ് പർപ്പസിനും വളരെയധികം യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇനി അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാന്ന് നോക്കിയേ. Can be viewed as a slice. ഒരു ചെറിയ ഒരു സ്ലൈസ് ആയിട്ട് മാത്രമേ നമുക്ക് അത് കാണാൻ പറ്റുന്നുള്ളൂ, വ്യൂ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ത്രൂ ദ പ്രപ്പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ ഒരു പ്രപ്പോർഷൻ അനുസരിച്ച് അത് വളരെ നേരിയ തോതിൽ സ്ലൈസ് ആയിട്ട് മാത്രമേ നമുക്കത് കാണാൻ കഴിയുന്നുള്ളൂ. അറ്റിനെ പോയിന്റ് ടൈം, അറ്റ് പോയിന്റ് ഇൻ ടൈം, ഒരു പ്രത്യേക ടൈമിൽ ആ പോപ്പുലേഷന്റെ പ്രപ്പോർഷനെ ബേസ് ചെയ്തിട്ട് ഒരു ചെറിയ രീതിയിൽ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അതൊരു ലിമിറ്റേഷൻ ആണ്. രണ്ടാമത്തെ, നോട്ട് കൺസിഡർ ദ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. ഇവിടെ ശ്രദ്ധിച്ചേ, എന്താണ് അതിന്റെ ഡിസീസിന്റെ ഡ്യൂറേഷൻ, അതിന്റെ കാലാവധി അത് കൺസിഡർ ചെയ്യുന്നില്ല. എത്ര നാള് ആ ഡിസീസ് നിൽക്കും എന്നുള്ള ഡ്യൂറേഷൻ കൺസിഡർ ചെയ്യുന്നു. നോട്ട് ടു കൺസിഡർ ദ ഡ്യൂറേഷൻ ഓഫ് ഡിസീസ്. ആ രോഗവ്യാപനത്തിന്റെ ഡ്യൂറേഷൻ അത് കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ അടുത്ത് നോക്കിയേ, തേർഡ് പോയിന്റ്, ഓൺലി ആൻസർ who has and who do have and how many at present. എന്തിനാണുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്നത്? ഇപ്പൊ ആർക്കുണ്ട്, ഹൗ മെനി, ഇപ്പൊ എത്രത്തോളം ഉണ്ട് ഈ പ്രസന്റില്, ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ എത്രത്തോളം ഉണ്ട്, ആർക്കുണ്ട് എന്നുള്ളതിന് മാത്രമേ ഈ ഒരു പ്രീ ബാലൻസ് നമുക്ക് ആൻസർ തരുന്നുള്ളൂ. അത് നമ്മൾ അത് ഫ്രീ ബാലൻസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് രോഗവ്യാപനത്തിന്റെ ഇതൊക്കെ നോക്കി ഇപ്പൊ എത്ര പേർക്ക് ഉണ്ട്, ഇപ്പൊ ആർക്കൊക്കെയാണ് ഉള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻസിന് മാത്രമേ ആൻസർ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുള്ളൂ. നോട്ട് ആൻസർ. ഇനി നോക്കിയേ, വെൻ ആൻഡ് ഹൗ ലൈക്ലി ദ ഡിസീസ് ഡെവലപ്പ്. എപ്പോഴാണ്, എങ്ങനെ രോഗം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ആൻസർ കിട്ടുന്നില്ല. എപ്പോഴാണ് ഡിസീസ് ഒക്കെ വന്നത്, അല്ലെങ്കിൽ ഹൗ മെനി ലൈക്ലി ദ ഡിസീസ് ഡെവലപ്പ്, എത്ര പേർക്ക് രോഗം ഇനി ഡെവലപ്പ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്കും കൂടി അത് പകരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസിനൊന്നും ഇവിടെ ഒരു ആൻസർ കിട്ടുന്നില്ല. അത് ഇതിന്റെ ലിമിറ്റേഷൻ ആയിട്ട് പറയാം. ബി നോട്ട് സ്യൂട്ട് ഫോർ എത്തിയോളജിക്കൽ സ്റ്റഡീസ്. എത്തിയോളജിക്കൽ സ്റ്റുഡൻസിന്, അവരുടെ എത്തിയോളജിക്കൽ സ്റ്റുഡൻസിന് ഇത് ഒരു സ്യൂട്ട് അല്ല. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു അവരുടെ പഠന ഭാഗമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ആയിട്ട് ഇത് എടുക്കാൻ പറ്റുന്നില്ല. ബട്ട് അതുകൊണ്ട് തന്നെ വെൻ ആൻഡ് ഹൗ മെനി, എപ്പോഴാണ് ഈ ഡിസീസ് ഉണ്ടായത്, ഇനി എത്ര പേർക്ക് കുറച്ചുകൂടി ഈ ഡിസീസ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ആൻസർ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ എത്തിയോളജിക്കൽ സ്റ്റഡീസ്, എത്തിയോളജിക്കൽ പഠനങ്ങൾക്ക് ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ സ്റ്റുഡൻസിന് അവിടെ അത് ആപ്റ്റല്ല എന്നാ പറഞ്ഞേക്കുന്നത്, അത് സ്യൂട്ട് അല്ല. പിന്നെ ഇവിടെ അങ്ങനെ ലിമിറ്റേഷൻസും 4 പോയിന്റ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇനി നോക്കിയേ, 2 ടേബിൾ ആയിട്ട് തന്നെ കൊടുത്തേക്കണേ. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആണ് നമുക്ക് പഠിക്കാൻ. ഡിഫറൻസ് മാർക്സ് ഒരു ഡിഫറൻസ് പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തേ നിങ്ങൾ. ഇത് ഹെഡിങ് ശരിയാണ്. ഫാക്ടർ അഫക്റ്റിംഗ് പ്രീ ബാലൻസ്. ഈ പ്രീ ബാലൻസിനെ, വ്യാപനത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ ഏതൊക്കെയാണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ രോഗവ്യാപനത്തെ അഫക്റ്റ് ചെയ്യുന്നത്? ഇൻക്രീസ്ഡ് ബൈ എന്നാണ് കേട്ടോ. ഇൻക്രീസ്ഡ്, INCREASED, ഇൻക്രീസ്ഡ് ബൈ. അപ്പുറത്തെ കോളത്തില് ഡിക്രീസ്ഡ് ബൈ, ഇൻക്രീസ്ഡ് ബൈ, ഡിക്രീസ്ഡ് ബൈ. അപ്പൊ ഈ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്രീ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്നത്? അത് രോഗവ്യാപനം ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ആ രോഗവ്യാപനത്തിനെ ഡിക്രീസ് ചെയ്യാൻ, കുറയ്ക്കാൻ പറ്റുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ ഏതൊക്കെയാണ്? അങ്ങനെ 2 ടേബിൾ ആയിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ഫാക്ടർ അഫക്റ്റിംഗ് പ്രീവാലൻസ്, ഈ പ്രീവാലൻസ് ഇൻക്രീസ് ചെയ്യാൻ, രോഗവ്യാപനം കൂട്ടുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അത് നോക്കി ഏതൊക്കെയാണെന്ന്. അപ്പൊ നമുക്ക് ഇൻക്രീസ്ഡ് ബൈയിലുള്ള ടേബിൾ നോക്കാം, എന്നിട്ട് ഡിക്രീസിലേക്ക് പോകാം കേട്ടോ. ഫസ്റ്റ്, ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. ഡിസീസിന്റെ ഡ്യൂറേഷൻ കൂടുതലാണെങ്കിൽ ആ പ്രീവാലൻസ് ഇൻക്രീസ് ചെയ്യാൻ കാരണമാകും, ഇല്ലേ? നമ്മൾ ഡ്യൂറേഷൻ കുറെ നാളാ ഇതുണ്ടെങ്കിൽ അത്രയും ആ ടൈം നോക്കി, ഇപ്പൊ ഒരാഴ്ച, അപ്പൊ ആ ഒരാഴ്ചയും കൊണ്ട്, ആ ഡ്യൂറേഷൻ ഒരാഴ്ചയാണെങ്കിൽ ആ ഒരേ ആഴ്ചയും കൊണ്ട് ഡിസീസ് സ്പ്രെഡ് ചെയ്യും, അത് വ്യാപിക്കും, അല്ലെ? പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ 1 മാസം തന്നെ ഇതാണെങ്കിലോ ആ 1 മാസം വ്യാപിക്കാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പൊ ഇവിടെ ഡ്യൂറേഷൻ ഒരു ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രീവാലൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ ഒരു ഫാക്ടർ ആണ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ. ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസിന്റെ കൂടുതൽ ദൈർഘ്യമേറിയ ആ കാലയളവ്. അപ്പൊ കാലയളവ് കൂടുമ്പോഴേ എന്ത് ചെയ്യാം? ഡിസീസ് ഇൻക്രീസ് ചെയ്യാം അല്ലെ? അതിന്റെ പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യും. ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. ഓക്കെ, രോഗത്തിന്റെ ആ കാലയളവ്, ലോങ്ങർ ദൈർഘ്യമേറിയ കാലയളവ്, ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. ഇനി അടുത്ത സെക്കൻഡ് നോക്കിയേ, പ്രൊലോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് ദ പേഷ്യൻസ് വിത്തൗട്ട് ക്യൂർ. അടുത്ത് നോക്കി എന്താണ് പ്രൊലോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് ദ പേഷ്യന്റ് വിത്തൗട്ട് ക്യൂർ. ചികിത്സ ക്യൂർ ചികിത്സ കൂടാതെയുള്ള രോഗികളുടെ ആ ലൈഫ് നീട്ടിക്കൊണ്ട് പോകുന്നത്. പ്രൊലോങ്ങേഷൻ എന്ന് വെച്ചാൽ നീണ്ടു നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചികിത്സിക്കാതെ തന്നെ ആ പേഷ്യൻസിന്റെ ആ ലൈഫ് നീട്ടിക്കൊണ്ട് പോകുന്നത് ഈ പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യാൻ ഒരു കാരണമാണ്. നമ്മൾ ട്രീറ്റ് ചെയ്താൽ മാത്രമേ അത് ഇനി സ്പ്രെഡ് ചെയ്യാതെയൊക്കെ ഇരിക്കുള്ളൂ അല്ലെ? രോഗം മറ്റുള്ളവർക്ക് വരാതെയൊക്കെ ഇരിക്കുള്ളൂ. അപ്പൊ ആ വിത്തൗട്ട് ക്യൂർ എന്നാ പറഞ്ഞേക്കുന്നത്. അതായത് ട്രീറ്റ് ചെയ്യാതെ, ആ ഒരു ചികിത്സ കൂടാതെ തന്നെ ആ പേഷ്യൻസിന്റെ ലൈഫ് ഇങ്ങനെ നീണ്ടു പോകുമ്പോഴും എന്താ പറ്റുന്നേ? ചികിത്സിച്ചാൽ ആ ഡിസീസ് മാറുള്ളൂ. അപ്പൊ ചികിത്സ കൂടാതെ ആ പേഷ്യന്റിന്റെ ലൈഫ് നീട്ടിക്കൊണ്ടു പോകുന്നത് പ്രീവാലൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ടാണ് പറയുന്നത്. ഇൻക്രീസ് ചെയ്യും. പിന്നെ ഇൻക്രീസ് തേർഡ് പോയിന്റ് ആണ് ഇൻക്രീസ് ആൻഡ് ന്യൂ കേസസ്. പിന്നെ നോക്കി പുതിയ പുതിയ കേസുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നത്. പുതിയ രോഗങ്ങളുടെ കേസുകൾ ഇൻക്രീസ് ചെയ്യുമ്പോഴും പ്രീവാലൻസ് ഓൾസോ ഇൻക്രീസസ് അല്ലെ? പ്രീവാലൻസ് കൂടും. പുതിയ കേസുകൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രീവാലൻസ് കൂടും. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ? അപ്പൊ പ്രീവാലൻസ് ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഈ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഡ്യൂറേഷനാ പറഞ്ഞത്. ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസിന്റെ ആ വളരെ ദൈർഘ്യമേറിയ കാലയളവ്. ഈ ഡ്യൂറേഷൻ കൂടുമ്പോൾ ആ ഡിസീസ് അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാനുള്ള ആ ഒരു കാരണമാണ്, ഒരു ഫാക്ടർ ആയിട്ട് പറയുന്നത്. പിന്നെ അടുത്ത് ഈ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാതെ, ചികിത്സിക്കാതെ അവരുടെ ആയുസ് കൂടുമ്പോൾ എന്താണ്? ആയുസ് നീട്ടില്ല. പ്രൊലോങ്ങേഷൻ ഓഫ് ദ ലൈഫ് ഓഫ് ദ പേഷ്യന്റ് വിത്തൗട്ട് ക്യൂർ. ചികിത്സ കൂടാതെ രോഗികളുടെ ആയുസ് നീട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോ എന്താ? ഡിസീസ് വീണ്ടും കൂടുതൽ വ്യാപിക്കാനുള്ള ഒരു കാരണമായിട്ടാണ് പറയുന്നത്. പിന്നെ പുതിയ കേസുകളുടെ എണ്ണം, ഇൻക്രീസ്ഡ് ആൻഡ് ന്യൂ കേസസ്. ആ ഇൻസിഡൻസ്, സംഭവങ്ങളുടെ അല്ലെങ്കിൽ ആ കേസുകളുടെ എണ്ണം, അത് കേസുകൾ കൂടുമ്പോൾ പ്രിവാലൻസ് ഓൾസോ ഇൻക്രീസ് ചെയ്യും. പിന്നെ ഇൻ മൈഗ്രേഷൻ ഓഫ് കേസുകളുടെ കുടിയേറ്റം. അതായത് കേസുകൾ, ഈ ഡിസീസുകൾ, ആ കേസുകൾ മൈഗ്രേഷൻ എന്ന് വെച്ചാൽ മൈഗ്രേറ്റ് ചെയ്യുക, കുടിയേറുക എന്നുള്ളത്. കേസുകളുടെ എണ്ണം ഇതുപോലെ കൂടുമ്പോൾ, കേസുകളുടെ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ പുതിയ കേസുകൾ കുറെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പ്രിവാലൻസ് ഓൾസോ പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യും. പിന്നെ അടുത്ത് നോക്കി ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി. ഇനി ഹെൽത്തി ആയിട്ടുള്ള ആളുകളുടെ ഔട്ട് മൈഗ്രേഷൻ, പുറത്തേക്കുള്ള കുടിയേറ്റം. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്താ പറയാ, ഔട്ട് മൈഗ്രേഷൻ നടത്തുമ്പോൾ അവിടെ ആ ഡിസീസ് ഇൻക്രീസ് ചെയ്യും, കൂടുതലേ. ഹെൽത്തി ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഡിസീസ് അത്രയും വരില്ലല്ലോ. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ആളുകളുടെ ഔട്ട് മൈഗ്രേഷൻ ഈ പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണമാണ്. ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ, ബാക്കിയുള്ള എല്ലാവർക്കും ഡിസീസ് എന്ത് ചെയ്യുന്നു? അഫക്ട് ചെയ്യും. ഹെൽത്തി ഉള്ള പേഴ്സൺ നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ അത്രയും ആ ഡിസീസ് വ്യാപിക്കുന്നത് കുറയ്ക്കാൻ നമുക്ക്, അല്ലെ? ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. പിന്നെ ഇൻ മൈഗ്രേഷൻ ഓഫ് സസെപ്റ്റബിൾ പീപ്പിൾ. അടുത്ത നോക്കിയ സസെപ്റ്റബിൾ, സസെപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ രോഗസാധ്യതയുള്ള ആ പേഷ്യൻസിന്റെ ഇൻ മൈഗ്രേഷൻ, കുടിയേറ്റം. അപ്പൊ ഡിസീസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ആളുകൾ ഈ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഈ പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യും. അതാ ഇൻ മൈഗ്രേഷൻ ഓഫ് സസെപ്റ്റബിൾ പീപ്പിൾ, രോഗസാധ്യതയുള്ള ആളുകളുടെ ഇൻ മൈഗ്രേഷൻ. രോഗസാധ്യതയുള്ളവർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രിവാലൻസ് ഓൾസോ ഇൻക്രീസ്.
രോഗം വരാനുള്ള സാധ്യതയുള്ളവരാണല്ലോ. അപ്പൊ അവർക്ക് വേഗം രോഗം വരും. അപ്പൊ അങ്ങനെ ആ പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യും. പിന്നെ ഇംപ്രൂവ്ഡ് ഡയഗ്നോസിസ് ഫെസിലിറ്റി, ബെറ്റർ റിപ്പോർട്ടിംഗ്, മെച്ചപ്പെട്ട രോഗനിർണയ സൗകര്യങ്ങൾ, അതെ ഇംപ്രൂവ്ഡ് ഡയഗ്നോസിക് ഫെസിലിറ്റീസ്, ബെറ്റർ റിപ്പോർട്ടിംഗ്, ഇതൊക്കെ പ്രിവാലൻസ് കൂടാനുള്ള, ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് കൂടുമ്പോൾ അതിനനുസരിച്ച് രോഗം നമ്മൾ കൂടുതൽ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യൂലേ, ബെറ്റർ റിപ്പോർട്ടിംഗ് അല്ലേ. ഇപ്പം ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി കുറവാണെങ്കിൽ, രോഗം നിർണ്ണയിക്കാനുള്ള ഫെസിലിറ്റി കുറവാണെങ്കിൽ നമുക്ക് കുറച്ചു പേർക്ക് ആ രോഗം നമ്മൾ ഐഡന്റിഫൈ ചെയ്യത്തുള്ളൂ. പക്ഷെ ഫെസിലിറ്റി കൂടുതലാണെങ്കിൽ കൂടുതൽ ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയഗ്നോസ് ചെയ്യുന്നു, രോഗം ഐഡന്റിഫൈ ചെയ്യുന്നു. അതാണ് ഇംപ്രൂവ്ഡ് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്. ഈ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ പ്രീവാലൻസ് ഓൾസോ ഇൻക്രീസ്ഡ്. ഇനി ഇതിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് നെക്സ്റ്റ് ഇപ്പുറം നമ്മള് കോളത്തിലേക്ക് വരുമ്പോൾ ഡിക്രീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻക്രീസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഫാക്ടർ അഫക്റ്റിംഗ് പ്രീവാലൻസ് ആണ്. അപ്പൊ അതിനകത്ത് ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് കോളത്തിൽ പറഞ്ഞേക്കുന്നത്. ഇൻക്രീസ്ഡ് എന്ന് ആക്കണം കേട്ടോ. INCREASED, ഇൻക്രീസ്ഡ് ബൈ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി നേരെ ഇപ്പുറം ഒന്നും പഠിക്കണ്ട, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പുറത്തേക്ക് വരുന്നത്. ഏഴ് പോയിന്റ് ആയിട്ട് ഇവിടെ കൊടുത്തേക്കുന്നേ. ഈ പ്രീവാലൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് പ്രീവാലൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഫാക്ടേഴ്സുകൾ. റെഡി ആയി കഴിഞ്ഞോ? കഴിഞ്ഞോ? കഴിഞ്ഞു, കുഴപ്പമില്ലല്ലോ. ഡ്യൂറേഷൻ കൂടുമ്പോഴ് പിന്നെ അടുത്ത ആ ലൈഫ് ചികിത്സ കൂടാതെയുള്ള പേഷ്യൻസിന്റെ കാലാവധി അല്ലെങ്കിൽ അവരുടെ ലൈഫ് നീട്ടിക്കൊണ്ട് പോകുമ്പോൾ രോഗം പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യാം. പിന്നെ ന്യൂ കേസുകൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ, പിന്നെ അതുപോലെ ഇൻ മൈഗ്രേറ്റ് കേസസ് കുറെ കേസുകൾ ഇവിടെ ഇങ്ങോട്ട് കുടിയേറുകയാണെങ്കിൽ, കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, പിന്നെ ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ, ഈ ഹെൽത്തി ആയിട്ടുള്ള ആളുകളുടെ ഔട്ട് മൈഗ്രേഷൻ, പുറത്തേക്കുള്ള കുടിയേറ്റം. അപ്പൊ ഇവിടെ ഹെൽത്തി ആളുകൾ കുറവായിരിക്കുമല്ലോ. അങ്ങനെ വരുമ്പോ ഈ പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യും. പിന്നെ ഇൻ മൈഗ്രേഷൻ ഓഫ് സസെപ്റ്റബിൾ പീപ്പിൾ, അതായത് രോഗത്തിന് വരാനുള്ള ചാൻസ് ഉള്ള ആളുകളുടെ ഇൻ മൈഗ്രേഷൻ. പിന്നെ അടുത്ത ഇംപ്രൂവ്ഡ് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്. ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി കൂടുന്നതോറും നമ്മൾ കൂടുതൽ ആളുകൾ ഡിസീസ് ഡയഗ്നോസ് ചെയ്യും അല്ലെ, രോഗനിർണയം നടത്തും. ഫെസിലിറ്റി കൂടുന്നതിനനുസരിച്ച് ഇവിടെ ഡയഗ്നോസിസ് രോഗനിർണയം നടത്തുന്നതും കൂടും. അതനുസരിച്ച് ആളുകളുടെ വ്യാപനവും കൂടും. ഓക്കെ, ഇനി നോക്കിയാൽ ഡിക്രീസ്ഡ് ബൈ. ഇനി കുറയാൻ, ഈ പ്രിവാലൻസ് കുറയ്ക്കാനുള്ള ഫാക്ടേഴ്സ് അവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ ലോങ്ങർ ഡ്യൂറേഷൻ പറഞ്ഞു. അടുത്ത നോക്കിയാൽ ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസിന്റെ രോഗവ്യാപനത്തിന്റെ കുറച്ച് ദൈർഘ്യം ആണെങ്കിൽ, അപ്പൊ അതിനനുസരിച്ച് കുറച്ചല്ലേ അത് വ്യാപിക്കുള്ളൂ പ്രിവാലൻസ്. അപ്പൊ അവിടെ ഡിക്രീസ് ആയിരിക്കും. ഇവിടെ ലോങ്ങർ എന്നുള്ളത് ഇപ്പുറത്ത് വരുമ്പോൾ ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്, രോഗത്തിന്റെ ആ ഡ്യൂറേഷൻ കുറവാണ്. അപ്പൊ അതനുസരിച്ച് പ്രീവാലൻസ് ഡിക്രീസ് ചെയ്യും. പിന്നെ നോക്കിയേ, ഹൈ കേസ് ഫേറ്റലിറ്റി റേറ്റ് ഫ്രം ദ ഡിസീസ്. ഈ രോഗത്തിൽ നിന്നുള്ള ഒരു ഉയർന്ന മരണനിരക്ക്, ഹൈ കേസ് ഫേറ്റലിറ്റി എന്ന് പറഞ്ഞാൽ മരണനിരക്ക്, റേറ്റ് ഫ്രം ഡിസീസിൽ നിന്നുള്ള ഒരു മരണനിരക്ക്. അപ്പൊ ഇങ്ങനെ ഡിസീസ് ഉള്ള ആളുകള്, അത് ഉയർന്ന ഒരു കേസുകള്, രോഗത്തിൽ നിന്നുള്ള ആ മരണനിരക്ക് ഇവിടെ കൂടി ഇതായി കഴിഞ്ഞാൽ കുറയുകയാണെങ്കിൽ ഹൈ കേസാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഹൈ കേസ്, കൂടുതൽ കേസുകൾ
ഫെർട്ടിലിറ്റി റേറ്റ് ഫ്രം ദ ഡിസീസ് കൊണ്ടുണ്ടാകുന്ന ആ കേസുകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ, അത് മൂലം ഉണ്ടാകുന്ന മരണനിരക്ക് അവിടെ കൂടുകയാണെങ്കിൽ ഈ പ്രീവാലൻസ് ഡിക്രീസ് ചെയ്യും. അപ്പൊ അത്രയും ആളുകൾക്കിടെ അത് മാറിയല്ലോ, അല്ലെങ്കിൽ അത് നമ്മൾ അതിൽ നിന്ന് മാറി. ഇപ്പൊ രോഗം വ്യാപിച്ച് കുറെ എന്ത് രോഗമാണ്, എന്തെങ്കിലും എക്സാമ്പിൾ പറയും? എന്തോ എന്ത് രോഗമാണെന്നുള്ള എന്തെങ്കിലും ഒരു എക്സാമ്പിൾ? എന്ത് രോഗമാണെന്ന് പറയുന്നില്ല ഇവിടെ. ഡിസീസ് കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഡിസീസ് എന്ന് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വസൂരിയോ അങ്ങനത്തെ ഒക്കെ അസുഖങ്ങളുണ്ടല്ലോ. എന്തോ വസൂരി എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുണ്ടല്ലോ, നമ്മുടെ ചിക്കൻ ബോക്സിന്റെ ഒക്കെ വേറെ. അപ്പൊ അങ്ങനത്തെ ഒക്കെ രോഗം വരുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യൂലോ. സ്പ്രെഡ് ചെയ്യും. ആൾക്കാര് പെട്ടെന്ന് കുറെ മരിച്ചു പോകുമ്പോഴത്തേക്കും പിന്നെ അപ്പൊ ഒരു 10 പേരില് 8 പേര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാലൻസ് 2 പേരല്ലേ ഉള്ളൂ. അപ്പൊ ഡിക്രീസ് ചെയ്യാന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ റേറ്റ്, ആ രോഗം മൂലം, ആ ഹൈ കേസുകൾ അത് മൂലം മരിച്ച ആളുകളുടെ നിരക്ക് ഇവിടെ കൂടുകയാണെങ്കിൽ, ആളുകൾ അത്രയും ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറവ് വരും. 10 പേരുണ്ട്, അതിൽ 5 പേര് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി 5 പേരല്ലേ ബാലൻസ് ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് ആ റീബാലൻസ് ഡിക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ നോക്കിയേ, ഡിക്രീസസ് ഇൻ ദ ന്യൂ കേസസ്. പുതിയ കേസുകൾ ഡിക്രീസ് ചെയ്യുമ്പോൾ, കുറയുമ്പോൾ, പുതിയ കേസുകൾ വരുമ്പോഴല്ലേ റീബാലൻസ് കൂടുള്ളൂ. പുതിയ കേസുകൾ കുറവാണെങ്കിൽ അതിനനുസരിച്ച് റീബാലൻസ് ഡിക്രീസ് ചെയ്യും. അതായത് ഡിക്രീസിങ് ഇൻസിഡൻസ് കുറവാണെങ്കിൽ റീബാലൻസ് ഓൾസോ ഡിക്രീസ്. ഇനി നോക്കിയേ, ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. ഹെൽത്തി ഉള്ള ആളുകളുടെ ഇങ്ങോട്ടുള്ള കുടിയേറ്റം ഇൻ മൈഗ്രേഷൻ ആണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് ഹെൽത്തി ആളുകൾ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് ഡിസീസ് അഫക്ട് ചെയ്യൂലല്ലോ, അവരിലേക്ക് വ്യാപിക്കില്ല പെട്ടെന്ന്. അപ്പൊ അതനുസരിച്ച് എന്താണ്, ഹെൽത്തി ആളുകളാണെങ്കിൽ ഈ പ്രീവാലൻസ് ഡിക്രീസ് ചെയ്യും. അപ്പൊ അവരിലേക്ക് രോഗം വ്യാപിക്കുന്നത് കുറയും, രോഗവ്യാപന നിരക്കും കുറവായിരിക്കും. ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. അവിടെ നമ്മൾ പറഞ്ഞു ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ ആ പറഞ്ഞത്. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. പിന്നെ അടുത്ത ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസുകളുടെ ഔട്ട് മൈഗ്രേഷൻ, പുറത്തേക്കുള്ള കുടിയേറ്റം. അതായത് ഈ കേസുകൾ അധികം റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സാഹചര്യത്തില് ഈ പ്രീവാലൻസ് ഡിക്രീസ് ചെയ്യും. പിന്നെ ഇംപ്രൂവ്ഡ് ക്യൂർ റേറ്റ് ഓഫ് ദ കേസസ്. ഈ കേസുകളുടെ മെച്ചപ്പെട്ട രോഗശമന നിരക്ക് ഇതാണ് ഇംപ്രൂവ്ഡ് ക്യൂർ റേറ്റ് ഓഫ് ദ കേസസ്. രോഗശമന നിരക്ക് അത് രോഗം കുറവാണ് കാണിക്കുന്നതെങ്കിൽ ഓൾറെഡി ഈ പ്രീവാലൻസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇംപ്രൂവ്ഡ് ക്യൂർ റേറ്റ് ഓഫ് ഡിസീസ്. കേസുകളുടെ മെച്ചപ്പെട്ട രോഗശമന നിരക്ക്, അതായത് രോഗശമന നിരക്ക് ഇംപ്രൂവ് ആണെങ്കിൽ, കൂടുകയാണെങ്കിൽ ഓൾറെഡി എന്താണ് ഈ പ്രീവാലൻസ് ഡിക്രീസ് ചെയ്യും. അത്രേ ഉള്ളൂ. ഇതിപ്പോ ടേബിൾ ആയിട്ട് അപ്പൊ ഇതിനകത്ത് എന്താ പറയാ, ഈ ഒരു ഏരിയയില് നമ്മൾ ചാൻസുകൾ തന്നിട്ട് അത് ഇൻക്രീസ് ചെയ്യാനാണോ ഡിക്രീസ് ചെയ്യാനുള്ളതാണോ എന്നുള്ളത് ചോദിക്കാം. അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഉൾപ്പെടാത്തത് ഏതാണ്, അല്ലെങ്കിൽ ഡിക്രീസ് ഫാക്ടേഴ്സിൽ വരാത്തത് ഏതാണെന്ന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചോദിക്കാം. അപ്പൊ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ടേബിൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് വേഗം കിട്ടും. ഇവിടെ ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി എന്താണ് പ്രീവാലൻസ് ഡിക്രീസ് ചെയ്യും. ഇവിടെ 6 പോയിന്റ് ആയിട്ട് തന്നേക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഡിക്രീസ്ഡ് ബൈ കഴിഞ്ഞോ? റെഡി ചെയ്ത് കഴിഞ്ഞോ?
റീഡ് ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് വേറൊരു, ഇപ്പൊ നമ്മള് പ്രീവാലൻസ് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ടോപ്പിക് ആണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻസിഡൻസ്? സംഭവങ്ങള് അല്ലെ, സംഭവം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ എന്താ ഇൻസിഡൻസിന്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത്? ഇൻസിഡൻസ് ഈസ് ദ നമ്പർ ഓഫ് ലേറ്റ്ലി ഡയഗ്നോസ്ഡ് കേസ് ഓഫ് എ ഡിസീസ്. എന്താ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഈസ് ദ നമ്പർ ഓഫ് ലേറ്റ്ലി ഡയഗ്നോസ്ഡ് കേസ് ഓഫ് എ ഡിസീസ്. ഈയിടെ രോഗം ഡയഗ്നോസ് ചെയ്ത കേസുകളുടെ, രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണമാണ് ഈ ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഈയിടെ ഡയഗ്നോസ് ചെയ്ത കേസുകളുടെ എണ്ണം, നമ്പർ ഓഫ് കേസുകളുടെ എണ്ണത്തിനാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇത്ര കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തു, അതാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കാം, ഡാഷ് ഈസ് ദ നമ്പർ ഓഫ് ലൈറ്റ്ലി ഡയഗ്നോസ്ഡ് കേസ് ഓഫ് എ ഡിസീസ്. എന്തെന്നാ അതിന് പറയുന്നത്? ഇൻസിഡൻസ് എന്നാണ് പറയുന്നത്. ഇൻസിഡൻസ് is the number of lately diagnosed cases of a disease. ഈ ഇടയായിട്ട് ഡയഗ്നോസ് ചെയ്ത, രോഗനിർണയം നടത്തിയ ആ നമ്പർ ഓഫ് കേസുകളുടെ എണ്ണമാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ആ ഇൻസിഡൻസ് റേറ്റ് എന്ന് പറഞ്ഞ എന്താണ്? is the number of recent cases of a disease divided by the number of person at risk for the disease. അപ്പൊ ഇൻസിഡൻസ് റേറ്റ് കാണുന്നത് എങ്ങനെയാ? കാണാനുള്ള വാക്യം എന്തെന്ന് എഴുതാം നമുക്ക്. an incidence rate is equal to എന്താ പറയുന്ന is the number of recent cases. ഈ ഇപ്പൊ ഉള്ള കേസുകളുടെ, ഈ റീസെന്റ് ആയിട്ടുള്ള കേസുകളുടെ എണ്ണം is the number of recent cases of a disease. ഈ രോഗത്തിന്റെ ഇപ്പൊ ഉള്ള റീസെന്റ് കേസുകളുടെ നമ്പറിനെ is divided by, എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് പേഴ്സൺ അറ്റ് റിസ്ക് ഫോർ ദ ഡിസീസ്. ഈ രോഗ സാധ്യതയുള്ള ആളുകളുടെ, ഈ രോഗം വരാൻ ചാൻസ് ഉള്ള, ആ റിസ്ക് ഉള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇൻസിഡന്റ് റേറ്റ് കാണുന്നത്? എങ്ങനെയാ? നമ്പർ ഓഫ്, ഇങ്ങനെയാണ് നമ്പർ ഓഫ് കേസസ് ഓഫ് ദ ഡിസീസ്. ഇപ്പൊ ഡിസീസ് ഉള്ള ആ റീസെന്റ് കേസുകളുടെ എണ്ണത്തെ അതിന്റെ നമ്പർ ഓഫ് പേഴ്സൺ അറ്റ് ദ റിസ്ക് ഓഫ് ദ ഡിസീസ്, ഈ റിസ്ക്, രോഗസാധ്യതയുള്ള ആ പേഴ്സണിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇൻസിഡന്റ് റേറ്റ്. Incidence is an important rate. It is the proportion of the people who develop disease in the course of the specific time period. ഇവിടെ എന്താ പറഞ്ഞേക്കുന്ന? ഒരു സ്പെസിഫിക് ടൈം പീരീഡില്, ഒരു നിശ്ചിത കാലയളവില് ഈ രോഗം ഡെവലപ്പ് ചെയ്യുന്ന ആളുകളുടെ അനുപാതം, പ്രൊപ്പോർഷൻ ആണ് incident എന്ന് പറയുന്നത്. Incidence is an important rate. It is the proportion of the people who develop disease in the course of the specific time period. ഒരു പ്രത്യേക ടൈം പീരീഡില്, ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ടാവും കേട്ടോ. സ്പെസിഫിക് ടൈം പീരീഡില് ഒരു രോഗം ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉള്ള ആളുകളുടെ ആ പ്രൊപ്പോർഷനെയാണ് ഈ ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഫോർമുല തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഫോർമുലാസ് നോക്കുക. ഇൻസിഡന്റ് റേറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡെവലപ്പ് ഇൻ എ ഗിവൺ ടൈം പീരിയഡ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ പേഴ്സൺ ടൈം അറ്റ് ദ റിസ്ക് ഡ്യൂറിംഗ് ദ ഫോളോ അപ്പ് പീരീഡ്. നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ദ ഡിസീസ്, ഒരു പ്രത്യേക ടൈം പീരീഡില് ഇവിടെ ഉള്ള കേസുകളുടെ, കേസുകളുടെ എണ്ണം എന്താണ് പറഞ്ഞത്? ഒരു നിശ്ചിത കാലയളവില് ഉള്ള പുതിയ രോഗം ബാധിച്ചവരുടെ അതേ ആ കേസുകളുടെ എണ്ണത്തെ ഡിവൈഡ് ബൈ ദ ടോട്ടൽ പേഴ്സൺ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഡ്യൂറിംഗ് ദ ഫോളോ അപ്പ് പീരീഡ്. ആ ഒരു ടൈം പീരീഡിൽ തന്നെയുള്ള പേഴ്സൺ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. തുടർന്നുള്ള കാലയളവിൽ ആ മൊത്തം ആ ഒരു പേഴ്സൺ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു പേഴ്സൺ ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു റിസ്കിലുള്ളവർക്ക് വേണ്ടിയിട്ട് എത്ര ആ രോഗം, ആ ഒരു റിസ്കിൽ അഫക്ട് ചെയ്യുന്ന ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എത്രത്തോളം ടൈം എടുത്തു, അതിനാണ് അവർക്ക് വേണ്ടിയിട്ട് എത്ര സമയം ചെലവഴിച്ചു, അതാണ് പേഴ്സൺ ടൈം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ നോക്കി വെക്കണം. ഇൻസിഡന്റ് റേറ്റ് കാണാനുള്ള
ഫോർമുലയാണ് നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഇൻ എ ഗിവൺ ടൈം പീരീഡ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ പേഴ്സൺ ടൈം അറ്റ് റിസ്ക് ഡ്യൂറിംഗ് ദ ഫോളോ അപ്പ് പീരിയഡ്. ആ ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ച് ഇൻസിഡൻസ് ഒന്ന് ഹെഡിങ് കൊടുത്തേ. ഇൻസിഡൻസ് എന്നൊരു ഹെഡിങ് കൊടുക്കുക. is the number of lately diagnosed case of a disease. ഈയിടെ നമ്മൾ രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണത്തിനാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇൻസിഡന്റ് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഒരു ടൈം പീരീഡ് അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഗിവൺ ടൈം പീരീഡ്, ഒരു നിശ്ചിത ടൈം പീരീഡില് ഉള്ള പുതിയ രോഗബാധിതരുടെ എണ്ണം, ന്യൂ കേസുകളുടെ എണ്ണമാണ്. The number of new cases of disease in a given period divided by total person time at the risk during the follow-up period. തുടർന്നുള്ള കാലയളവിൽ ആ അപകട സാധ്യത വരുന്ന ആ മൊത്തം പേഴ്സൺ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ടിലേക്ക് എഴുതി വെച്ചു. നമ്മൾ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ ഒപ്പത്തിൽ കിടന്നോട്ടെ. നിങ്ങൾക്ക് ഒരുമിച്ച് നോക്കാം. ഇത് തിരിച്ചും ഇട്ടിട്ടും ചോദിക്കാം കേട്ടോ. അപ്പൊ അതാണ് ആ ഇക്വേഷൻസ് നോക്കി വെക്കാന്ന് പറയുന്നത്. ഇപ്പൊ ന്യൂമറേറ്ററിലുള്ളത് ഡിനോമിനേറ്ററിലേക്ക് ഇടാം, ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് ന്യൂമറേറ്ററിലേക്കും ഇടാം. ഇനി നോക്കിയേ, the number of new cases of disease in a given time period divided by the total person time at risk during the follow-up period. ഇതാണ് ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത്. ഇക്വേഷൻസ് ഒന്ന് നോക്കി വെക്കാം. ഇനി ഇവിടെ 3 key elements ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. 3 key elements. അതിനകത്ത് only new cases included in numerator. അപ്പൊ ഇതിനകത്ത് ഒരു കീ എലിമെന്റ്സ് ആയിട്ട് പറഞ്ഞേക്കുന്നത് ഒരു പുതിയ കേസുകൾ മാത്രം ന്യൂമറേറ്ററിൽ ഇൻക്ലൂഡ് ചെയ്തു. എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു പുതിയ കേസുകൾ മാത്രം ന്യൂമറേറ്ററിൽ ഇൻക്ലൂഡ് ചെയ്തു. only new cases included in numerator. ന്യൂമറേറ്ററിൽ വരുമ്പോൾ എല്ലാം നമ്മുടെ നമ്പർ ഓഫ് ന്യൂ കേസസ് എന്നല്ല പറഞ്ഞേക്കുന്നത്. ഒരു പുതിയ കേസുകൾ മാത്രമാണ് ന്യൂമറേറ്ററിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പിന്നെ അടുത്ത് നോക്കിയേ, സെക്കൻഡ് ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിൽ വരുമ്പോഴെന്താണ്? അപകട സാധ്യതയുള്ള ടോട്ടൽ പോപ്പുലേഷൻ, ആ റിസ്ക് ഉള്ള, ആ ഡിസീസ് വരാൻ റിസ്ക് ഉള്ള മൊത്തം പോപ്പുലേഷനെയാണ് ഡിനോമിനേറ്ററിലേക്ക് കൊടുത്തേക്കുന്നത്. ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ. അപ്പൊ ന്യൂമറേറ്ററിൽ എന്താ കൊടുത്തേക്കുന്നത്? ന്യൂമറേറ്ററിൽ എന്താ നമ്മൾ എഴുതുന്നേ? എന്താണ് ന്യൂമറേറ്ററിൽ കൊടുക്കുന്നത്? ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എന്താ? ന്യൂ കേസുകൾ, പുതിയ കേസുകളുടെ എണ്ണാണ് ഈ ന്യൂമറേറ്ററിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓൺലി ന്യൂ കേസസ് ഇൻക്ലൂഡഡ് ഇൻ ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിൽ ന്യൂ കേസുകൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇനി ഡിനോമിനേറ്ററിൽ എന്താ കൊടുത്തേക്കുന്നത്? ടോട്ടൽ പോപ്പുലേഷൻ, അല്ലെ? ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ. ആ ഒരു അപകട സാധ്യതയുള്ള മൊത്തം പോപ്പുലേഷനാണ് അവിടെ ഡിനോമിനേറ്ററിൽ കൊടുത്തേക്കുന്നത്. ഇനി നോക്കിയേ, ടൈം ഇലമെന്റ് എങ്ങനെയാ? ടൈം ഇലമെന്റ് പീരീഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിഫീറ്റഡ്. എന്താണ്? ഈ റീസെന്റ് ആയിട്ടുള്ള ഈ സമീപകാല കേസുകൾ അത് തെറ്റിയ സമയഘടന അനുസരിച്ചാണ് പീരീഡ് എന്ന് പറഞ്ഞേക്കുന്നത്. ടൈം ഇലമെന്റ് എന്ന് പറഞ്ഞേക്കുന്നത് പീരീഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിഫീറ്റഡ്. ഇപ്പൊ ന്യൂമറേറ്ററിൽ പുതിയ കേസുകളാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഡിനോമിനേറ്ററിൽ ടോട്ടൽ പോപ്പുലേഷൻ, അത് ആ റിസ്ക് ഉള്ള പോപ്പുലേഷൻ ആണ് കേട്ടോ. ആ ഇത് വരാനുള്ള അപകട സാധ്യതയുള്ള മൊത്തം പോപ്പുലേഷൻ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ടൈം എന്ന് പറഞ്ഞാൽ ഇൻ എ ഗിവൺ ടൈം പീരീഡ് അവിടെ പറയുന്നുണ്ട്. ടൈം എലമെന്റ് എന്ന് പറഞ്ഞാൽ പീരീഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിഫീറ്റഡ്. സമീപകാലത്തിലുള്ള ആ കേസുകൾ തെറ്റിയ സമയഘടന കാലയളവാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ 3 key elements ആണ്. അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻസിൽ. ജസ്റ്റ് ഒന്ന് ഉള്ളത് കൊണ്ട് നമുക്ക് അത് ഒഴിവാക്കാനും പറ്റില്ല. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, 2 മെയിൻ ടൈപ്പ് ഓഫ് ഇൻസിഡൻസ് ആണ് ഇവിടെ തന്നേക്കുന്നത്. ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് ഉണ്ട്, ഇൻസിഡൻസ് റേറ്റും ഉണ്ട്. അത് നോക്കണം. 2 ടൈപ്പ് ഓഫ് ഇൻസിഡൻസ്, ക്യുമുലേറ്റീവ് ഇൻസിഡൻസും ഇൻസിഡൻസ് റേറ്റും, അല്ലെങ്കിൽ ഇൻസിഡൻസ് ഡെൻസിറ്റി ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്.
ക്യുമുലേറ്റീവ് ഇൻസിഡൻസും ഇൻസിഡൻസ് റേറ്റും. ആ രണ്ട് പേരുകൾ ഒന്ന് നോക്കാം. ഇൻസിഡൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ സംഭവങ്ങളുടെ ഒരു സാധ്യത, ഇൻസിഡൻസിന്റെ റേറ്റ് അല്ലെങ്കിൽ ഇൻസിഡൻസ് ഡെൻസിറ്റി, സാന്ദ്രത എന്നൊക്കെ, സംഭവ സാന്ദ്രത എന്നൊക്കെയാണ് മലയാളത്തില്. അപ്പൊ അതിന്റെ പേരുകളൊന്ന് നോക്കുക കേട്ടോ. ടു മെയിൻ ടൈപ്പ് ഓഫ് ഇൻസിഡൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസും സെക്കൻഡ് വൺ ഇൻസിഡൻസ് റേറ്റും. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ പറഞ്ഞേക്കുന്നത്, ഇൻസിഡൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ നോക്കിയേ, എന്തൊക്കെയാണ് ഇൻസിഡൻസിന്റെ ഒരു ക്യാരക്ടർ പറയുന്നത്? അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. എന്താണ് സ്ഥിതി, എന്താണ്, എന്തിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ അഡ്രസ് ചെയ്യുന്നത്? അഡ്രസ് ദ ക്വസ്റ്റ്യൻസ് ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. സ്ഥിതി എത്രത്തോളം ഉണ്ട് എന്ന ചോദ്യത്തിന് ഇൻസിഡൻസ് ഉത്തരം നൽകുന്നു. അപ്പൊ നമ്മൾ ഇൻസിഡൻസ്, ആ കേസുകളുടെ എണ്ണം നോക്കിയാൽ അവിടുത്തെ സ്ഥിതി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എത്ര കേസുകൾ, പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പൊ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞേക്കുന്നത് എന്തിനുള്ള ക്വസ്റ്റ്യൻ? ഹൗ ഫാർ ദ കണ്ടീഷൻ, എത്രത്തോളം എന്ന ഒരു ചോദ്യത്തിന് ഒരു ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, എത്രത്തോളം, അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ, ആ കണ്ടീഷൻ സ്ഥിതി എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. പിന്നെ എ മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ് ബട്ട് ഷുഡ് ബി ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ് എന്ന് പറഞ്ഞേക്കുന്നതെന്ന് നോക്കിയേ. എ മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ്, ഇവിടെ രോഗബാധിതയുടെ അളവ് പോലെ, എന്നാൽ അതൊരു ടൈം പീരീഡിലേക്ക് ആയിരിക്കും എന്നാ പറഞ്ഞേക്കുന്നത്, ഒരു നിശ്ചിത കാലയളവിലേക്ക് ആയിരിക്കണം. എ മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ്, ആ രോഗം എത്രത്തോളം ഉണ്ട്, അതിന്റെ റിസ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളൊരു മെഷർമെന്റ്, ഒരു അളവുകോൽ എന്നത് ഒരു ടൈം പീരീഡിൽ ഷുഡ് ബി ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്, ഒരു നിശ്ചിത കാലയളവിലേക്ക് ആയിരിക്കണം. അത് ആ ഒരു ടൈം വെച്ചിട്ട് വേണം അത് മെഷർ ചെയ്യാനായിട്ട്, ആ റിസ്ക് ഓഫ് ഡിസീസ് മെഷർ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഒരു ടൈം പീരീഡിലേക്ക് വെച്ചിട്ടായിരിക്കണം. അല്ലാതെ ഒരു ലിമിറ്റേഷൻ അല്ലാതെ ഇന്ന ടൈമില് അല്ലെങ്കിൽ ഇത്ര ടൈമിനുള്ളില് എന്നുള്ളൊരു ടൈം പീരീഡും എന്താ നിർബന്ധമായിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു മെഷർ എന്ന് പറയുന്നത്, ആ മെഷർ എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഒരു ടൈം പീരീഡ്, ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിലേക്ക് ആയിരിക്കണം. ഷുഡ് ബി ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്. ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? എക്സ്പ്രസ് ദ റിസ്ക് ഓഫ് ഹാവിംഗ് ആൻ ഔട്ട്കം ഫോർ ദ പോപ്പുലേഷൻ അറ്റ് റിസ്ക് നോട്ട് ഫോർ ദ സിംഗിൾ പേഴ്സൺ എന്ന് പറഞ്ഞേക്കുന്ന, ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ പേഴ്സണ്, ഒരു പേഴ്സണ് വേണ്ടിയല്ല ഇവിടെ, നോട്ട് എ സിംഗിൾ പേഴ്സൺ, ഇവിടെ ഒരു പേഴ്സണ് വേണ്ടിയല്ല, അപകട സാധ്യത, ആ റിസ്ക് ഉള്ള മൊത്തത്തിലുള്ള ജനസംഖ്യക്ക് ഒരു ഫലം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. Express the risk of having an outcome for a population at a risk, not for the single person. ഒരു ഈ ഇൻസിഡൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഇൻസിഡൻസ് റേറ്റ് എന്തിനു വേണ്ടിയിട്ടാ? ഒരു പ്രത്യേക ഒരു സിംഗിൾ ഒരു പേഴ്സണിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ഇനി എന്താണ്? ഒരു ഒരു റിസ്ക് ഉള്ള, ഒരു അപകട സാധ്യതയുള്ള ഒരു ജനസംഖ്യക്ക് ഒരു മൊത്തത്തിലുള്ള ഒരു ഫലം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. ഒരു പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എക്സ്പ്രസ് ദ റിസ്ക് ഓഫ് ഹാവിംഗ് ആൻ ഔട്ട്കം ഫോർ എ പോപ്പുലേഷൻ അറ്റ് റിസ്ക് നോട്ട് ഫോർ എ സിംഗിൾ പേഴ്സൺ. ഒരു സിംഗിൾ പേഴ്സണ് വേണ്ടിയിട്ടുള്ളതല്ല, ആ പേഴ്സൺ, അതിന് റിസ്ക് ഉള്ള, അപകട സാധ്യതയുള്ള ജനസംഖ്യക്ക് ഒരു ഫലം ഉണ്ടാകാനുള്ള ഒരു സാധ്യത പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇൻസിഡൻസ് റേറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ആളുകൾക്ക് ആ പോപ്പുലേഷൻ മൊത്തത്തിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് വന്നോ അല്ലെങ്കിൽ ഒരാൾ മാത്രം ബേസ് ചെയ്തിരിക്കുന്ന കാര്യമല്ല, ഒരു മൊത്തം പോപ്പുലേഷന് ഒരു ഫലം ഉണ്ടാകാനുള്ള ഒരു ഇതാണ്. അത് ആണ് ഇൻസിഡൻസ് റേറ്റ് കാണിക്കുന്നത്. അത് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത് നോക്കിയേ, പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റഡി. പഠനത്തിന്റെ ആ തുടക്കത്തില്, ബിഗിനിങ് ഓഫ് ദ സ്റ്റഡി, ഒരു അതിന്റെ ആ രോഗത്തെ കുറിച്ചുള്ള ആ ഇൻസിഡൻസ്, അതിന്റെ ഒരു തുടക്കത്തില്, അതിന്റെ ഒരു പഠനത്തിന്റെ തുടക്കത്തില് ജനസംഖ്യ എങ്ങനെയായിരിക്കണം? ഡിസീസ് ഫ്രീ ആയിരിക്കണം, രോഗരഹിതമായിരിക്കണം. നമ്മളത് സ്റ്റഡി ചെയ്യുമ്പോൾ ഒരു ഡിസീസ് ഫ്രീ ഉള്ളതായിരിക്കണം അതിന്റെ ബിഗിനിങ്ങില്. അതിനുശേഷം എത്ര പേർക്ക് വന്നു, അല്ലെങ്കിൽ എത്ര സംഭവങ്ങള്, കേസ്, ഇൻസിഡൻസ് അവിടെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള നിലയിലായിരിക്കണം. അല്ലാതെ നമ്മൾ പകുതി ഉള്ള ഇതിലേക്ക്
തുടങ്ങരുത്. അപ്പൊ അതിന്റെ പഠനത്തിന്റെ ബിഗിനിങ്ങില് എന്തായിരിക്കണം? ഡിസീസ് ഫ്രീ ആയിരിക്കണം. പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസ്. കണ്ടോ? പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റഡി. അതിന്റെ പഠനത്തിന്റെ തുടക്കത്തില്, ഇൻസിഡൻസിന്റെ പഠനത്തിന്റെ തുടക്കത്തില് എന്താണ്? ആ പോപ്പുലേഷൻ ആ ഡിസീസ് ഫ്രീ ആയിരിക്കണം. ഈ കുറച്ച് ആളുകളിൽ വെച്ചാകുമ്പോ അതിന്റെ റേറ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല. അപ്പൊ നമ്മൾ അതിന്റെ ബിഗിനിങ്ങില് എങ്ങനെയായിരിക്കണം? ഡിസീസ് ഫ്രീ ആയിരിക്കണം. പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസ്. എല്ലാവരും, ജനസംഖ്യ മുഴുവനും ആ ഡിസീസിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. Population must be free of disease at the beginning of the study. The characteristics ഒന്ന് വായിച്ചു നോക്കിയേ. അയച്ചു കഴിഞ്ഞാ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാവരും ഇത് കഴിയുമ്പോ തന്നെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഓരോരുത്തരെയും വായിപ്പിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വായിപ്പിക്കാത്തത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറഞ്ഞേക്കുന്ന യൂസസ് ആണ്. യൂസ് ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻസിന്റെ യൂസ് എന്താണ്? ഫസ്റ്റ്, എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ഡിസീസ് ഒക്കറൻസ് ഓവർ ടൈം. എന്താ പറഞ്ഞേക്കുന്നത്? ഓവർ ടൈം ഡിസീസ്, രോഗം വരാനുള്ള ഒരു സാധ്യത അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതായത് ആ സംഭവം, ആ എത്രത്തോളം ആ കേസുകൾ ഉണ്ട് എന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിന്റെ ഒരു ഉപയോഗമാണ് റിസ്ക് ഓഫ് ദ ഡിസീസ് ഒക്കറൻസ് ഓവർ ടൈം. ഇനി എന്താ പറയാ, ആ റിസ്ക്, ആ ഡിസീസ് വരാനുള്ള റിസ്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. Explain the risk of disease occurrence over time. Explain the risk of disease. അത് ഇനി എത്രത്തോളം ആ രോഗം വരാനുള്ള റിസ്ക് ഉണ്ട് അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ഡിസീസ് occurrence over time. ഓവർ ടൈം രോഗം വരാനുള്ള ഒരു സാധ്യത അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നോക്കിയേ, നെക്സ്റ്റ് രണ്ടാമത്തെ, യൂസ്ഫുൾ ഇൻ പ്ലാനിംഗ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ് ആസ് ടു പ്രിപ്പയർ റിസോർട്സ് ടു കോമ്പാക്ട് ഇവന്റ്സ്. എന്താ പറഞ്ഞ യൂസ്ഫുൾ ഇൻ പ്ലാനിംഗ് ഓഫ് പ്രിവെന്റീവ് മെഷേഴ്സ്. ഈ പ്രിവെന്റീവ് മെഷേഴ്സ്, ഇതിനെ തടയാനുള്ള പ്രതിരോധമായിട്ടുള്ള മെഷേഴ്സ് പ്ലാൻ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആണ്. ഇൻസിഡൻസ് യൂസ്ഫുൾ ആണ്. യൂസ്ഫുൾ ഇൻ പ്ലാനിംഗ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ്. ഈ പ്രിവെന്റീവ് മെഷേഴ്സ് പ്ലാൻ ചെയ്യാൻ, പ്രതിരോധ നടപടികൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് ഇൻസിഡൻസ് യൂസ്ഫുൾ ആണ്. യൂസ്ഫുൾ ഇൻ പ്ലാനിംഗ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ്.
അതുകൂടാതെ നോക്കി എന്താണ് ആസ് ടു പ്രിപ്പയർ റിസോഴ്സ് ടു കോമ്പാക്ട് ഇവന്റ്സ്. അതിനെ ഈ കോമ്പാക്ട് ഇവന്റ്സ് എന്ന് വെച്ചാൽ അതിനെ ഇതായിട്ടുള്ള റിസോഴ്സുകൾ, ഈ സംഭവങ്ങളെ ചെറുക്കാനുള്ള അതിനെ എതിർക്കാനുള്ള ആ ഒരു റിസോഴ്സ് പ്രിപ്പയർ ചെയ്യാനും സഹായിക്കുന്നു. ടു പ്രിപ്പയർ റിസോഴ്സുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ആസ് ടു പ്രിപ്പയർ റിസോഴ്സ് ടു കോമ്പാക്ട് ഇവന്റ്. അതിനെ കോമ്പാക്ട് ആയിട്ടുള്ള സംഭവങ്ങൾ അതിനുള്ള ആ ചെറുക്കുന്നതിനുള്ള റിസോഴ്സുകൾ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. രണ്ടിതാ പറഞ്ഞത് പ്രിവെന്റീവ് മെഷേഴ്സ് പ്ലാൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ആസ് ടു പ്രിപ്പയർ റിസോഴ്സ് ടു കോമ്പാക്ട് ഇവന്റ്സ്. അതിന് സെയിം ആയിട്ടുള്ള ഇവന്റ്സുകള് സംഭവങ്ങള് ചെറുക്കുന്നതിനുള്ള റിസോഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിനും സഹായിക്കുന്നു. പിന്നെ അടുത്ത കമ്പയർ ചെയ്യാനായിട്ട് മൂന്നാമത്തെ നോക്കിയേ, കമ്പയർ ദ റിസ്ക് ഓഫ് ദ ഡിസീസ് ബിറ്റ്വീൻ 2 or more population. രണ്ടോ അതിലധികമോ ഉള്ള പോപ്പുലേഷൻ ഉള്ള ഡിസീസുകളിലുള്ള റിസ്കിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നു. രോഗസാധ്യതയെ കമ്പയർ ചെയ്യാൻ പറ്റുന്നു. കമ്പയർ ദ റിസ്ക് ഓഫ് ദ ഡിസീസ്. ആ രോഗസാധ്യതയുടെ റിസ്ക് അത് കമ്പയർ ചെയ്യാൻ ഏതൊക്കെ തമ്മില ബിറ്റ്വീൻ 2 or more population. 2 or 3 പോപ്പുലേഷൻ, നമ്മൾ കുറച്ച് പോപ്പുലേഷൻസ് എഴുതുന്ന ആ 2 പോപ്പുലേഷൻ തമ്മിലൊന്ന് ആ റിസ്ക് ഓഫ് ദി ഡിസീസ് എങ്ങനെ എത്രമാത്രം ആ ഡിസീസിന്റെ റിസ്ക് ഉണ്ട്, രോഗസാധ്യതയുടെ എത്രത്തോളം ഉണ്ടെന്ന് ആ 2 പോപ്പുലേഷന് വെച്ച് നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. അത് ഇൻഷുറൻസിന്റെ ഒരു യൂസ്ഫുൾ ആയിട്ട് പറയുന്നത്. പരസ്പരം പല പോപ്പുലേഷനുകൾ തമ്മിലൊന്ന് കമ്പയർ ചെയ്യാനായിട്ട്. കമ്പയർ ദ റിസ്ക് ഓഫ് ദ ഡിസീസ് ബിറ്റ്വീൻ 2 or more പോപ്പുലേഷൻ. 2 or അതിലധികമോ പോപ്പുലേഷനിലുള്ള ആ രോഗസാധ്യതയുടെ ആ റിസ്ക് അതിനെ കമ്പയർ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആണ്. പിന്നെ അടുത്തത് ആസ് ദ ഇൻസിഡൻസ് റേറ്റ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി ഫാക്ടർ ആൻഡ് ഡിറ്റക്ട് ദ റിസ്ക് ഫാക്ടർ. എന്താ പറഞ്ഞേക്കുന്നത്, ആ ഡിറ്റക്ട് ചെയ്യാൻ അപകട സാധ്യതയുള്ള ഘടകങ്ങളൊക്കെ കണ്ടെത്താനും കഴിയുന്നു. ഇൻസിഡൻസ് റേറ്റ് ആർ ഇൻഫ്ലുവൻസർ. ഇൻസിഡൻസ് റേറ്റ് എന്തിനെ ഇൻഫ്ലുവൻസ് സ്വാധീനം ചെലുത്തുന്നു ബൈ എനി ഫാക്ടർ, ഏതെങ്കിലും ഫാക്ടേഴ്സ് ആൻഡ് ഡിറ്റക്ട് ദ റിസ്ക് ഫാക്ടേഴ്സ്. അതിന് അപകട സാധ്യതയുള്ള ഘടകങ്ങൾ കണ്ടെത്താനും ആ ഫാക്ടേഴ്സിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇൻസിഡൻസ് റേറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതിന്റെ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്, ഇൻസിഡൻസിനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ആൻഡ് ഡിറ്റക്ട് ദ റിസ്ക് ഫാക്ടേഴ്സ്. അതിന്റെ അപകട സാധ്യതയുള്ള ഘടകങ്ങള് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ കണ്ടെത്താനായിട്ട് ഹെൽപ്ഫുൾ ആണ്. യൂസസ് ഓഫ് ഇൻസിഡൻസ് നോക്കാം. 4 പോയിന്റ്സ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു പോണം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു 3-4 മിനിറ്റ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുക. നിങ്ങള് പോയിന്റ്സ് ആയിട്ട് തന്നെ ഇങ്ങനെ പറയാനേ പറ്റുന്നുള്ളൂ. അതിന്റെ യൂസസ് എന്താണോ 2-3 യൂസ് തരും. അപ്പൊ അതിനകത്ത് യൂസസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ യൂസസിൽ ഉൾപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് വരാത്തത് ഏതാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഫുൾ പ്ലാനിങ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ്. ഏതാണ് യൂസ്ഫുൾ, ഇൻസിഡൻസ് ആണ്, ഏതിന് യൂസ്ഫുൾ ആവണത് ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇനി ഇതും ഇതുപോലെ തന്നെ പോയിന്റ്സ് ആയിട്ട് പഠിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസിഡൻസ്, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ. എവിടേക്കാണ് ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആവുന്നത്? ഫസ്റ്റ് ആണ് ഇൻ പാത്തോജെനിസിസ്. പാത്തോജെനിസിസ് എന്താ പാത്തോജെനിസിസ് എന്ന് പറയുന്നേ? പാത്തോജെനിസിസ് കേട്ടിട്ടുണ്ടോ? പാത്തോജെനിസിസില്
ഹെൽപ്ഫുൾ ആണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. പാത്തോജെനസിസ് എന്ന് പറഞ്ഞാൽ ദ ഒറിജിനേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഡിസീസ് ആണ് പാത്തോജെനസിസ് എന്ന് പറയുന്നത്. ദ ഒറിജിനേഷൻ GINATION ഒറിജിനേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഡിസീസ് പാത്തോജെനിസിസ്. അപ്പൊ ഇത് കുറെ ഇൻസിഡൻസ് അതുപോലെ തന്നെ പ്രിവാലൻസ് ഇതൊക്കെ പാത്തോജെനിസിസിൽ എന്താണ് യൂസ്ഫുൾ ആണ്. ഒരു ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം എത്ര കേസുകൾ അവിടെ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ പാത്തോജെനിസിസ് സ്റ്റഡീസിന് ഒക്കെ ഹെൽപ്ഫുൾ ആണ്. പാത്തോജെനിസിസിന് ഹെൽപ്ഫുൾ ആണ്. It is helpful in pathogenesis. പിന്നെ അടുത്ത് ടു ഫൈൻഡ് ഔട്ട് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ. എന്തിനാണ്? വ്യാപനം കണ്ടെത്തുന്നതിന്. ടു ഫൈൻഡ് ഔട്ട് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ. എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ആ ഡിസീസ് എത്രമാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്താൻ പറ്റുമല്ലോ. ഇപ്പൊ 100 കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്ത ഇൻസിഡൻസ് സംഭവങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആ ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ രോഗവ്യാപനം കണ്ടെത്തുന്നതിന്, പിന്നെ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് പാത്തോജെനിസിസ് രോഗം ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും പാത്തോജെനിസിസിലും ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ രോഗവ്യാപനം കണ്ടെത്തുന്നതിനും ഉപയോഗിക്കുന്നു. ടു കൺട്രോൾ ഡിസീസ്. പിന്നെ എന്തിനാ? ഡിസീസ് കൺട്രോൾ ചെയ്യാനായിട്ട്. ഡിസീസ് കൺട്രോൾ ചെയ്യാൻ, രോഗം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ എത്ര കേസുകളൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് അതിനെ ഒന്ന് ആ ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ എത്ര കേസുകൾ ഉണ്ടെന്നൊക്കെ നമ്മൾ അറിഞ്ഞാലാണല്ലോ അത് എത്രത്തോളം രൂക്ഷമാണോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് അതിനെ കൂടുതലാണെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നു. എത്ര പേർക്കുണ്ടെന്ന് അത് ഇൻസിഡൻസ് അവിടെ എത്രയുണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്താ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻസിഡൻസ് എന്തിനു വേണ്ടിയിട്ട്? ഡിസീസ് കൺട്രോൾ ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. പിന്നെ അടുത്ത് ഇൻ റീസ്റ്റെയിൻ ആൻഡ് തെറാപ്റ്റിക് മെഷർമെന്റ്സ്. റീസ്റ്റെയിൻ ആൻഡ് തെറാപ്റ്റിക് മെഷർമെന്റ്സ് നിയന്ത്രണത്തിലും അതുപോലെ ചികിത്സയുടെ അളവിലും ഇത് ഹെൽപ്ഫുൾ ആണ്. റീസ്റ്റെയിൻ ആൻഡ് തെറാപ്റ്റിക് മെഷേഴ്സ് രോഗനിർണയത്തിനും ചികിത്സ അളവിലും ഇത് യൂസ്ഫുൾ ആണ്, ഹെൽപ്ഫുൾ ആണ്. ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ്. ഈ ആരോഗ്യ ഹെൽത്ത് പോളിസീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഓരോ ആരോഗ്യ നയങ്ങളും നടപടികളും ഒക്കെ പോളിസികൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് ആരോഗ്യ നയങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മേക്ക് ചെയ്യാൻ ഉണ്ടാക്കുന്നതിനും ഈ ഇൻഷുറൻസ് ഹെൽപ്ഫുൾ ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ് ആണ്. 5 പോയിന്റ് ആണ്. ഇൻ പാത്തോജെനിസിസ്, ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ, ടു കൺട്രോൾ ഡിസീസസ്, പിന്നെ ടു റീസ്റ്റെയിൻ ആൻഡ് തെറാപ്റ്റിക് മെഷർമെന്റ്, ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ്. ഒരു ഹെൽത്ത് പോളിസീസ് ഉണ്ടാക്കാനായിട്ട്. എന്തിനൊക്കെയാണ് ഇൻഷുറൻസ് ഹെൽപ്ഫുൾ ആണത്? Pathogenesis, to find the disease distribution, to control disease, in restrain and therapeutic measurement, to restrain and therapeutic measurements, in health policies making. അപ്പൊ ഇൻഷുറൻസിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് പുതിയ പോളിസീസ് നയങ്ങള് ഹെൽത്ത് ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്ത് പോളിസീസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും, മേക്ക് ചെയ്യാൻ പറ്റും. ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിങ്ങിനൊക്കെ ഈ ഇൻഷുറൻസ് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ ഫീൽഡിലാണ് ഇൻഷുറൻസ് ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട് 2-3 തന്നെയും ഇതൊക്കെ ഏതിനാണ് എന്ന് നോക്കി അങ്ങനെ എഴുതാനായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ. ഇപ്പൊ ഇത് കൂടാതെ വേറെ ഏതെങ്കിലും കൊടുക്കാം. അപ്പൊ അതിനകത്ത് which of the following is correct relating to the importance of insurance, or insurance is helpful in. എവിടെയാണ് ഇൻഷുറൻസ് ഹെൽപ്ഫുൾ ആവണേന്നും ചോദിക്കാം. 5 പോയിന്റ്സ് ആണ്. 5 ജസ്റ്റ് ഒന്ന് വായിക്കും നോക്കുക. ഇനി അടുത്തത് ചലഞ്ചസ് ആണ് തന്നിരിക്കുന്നത്.
challenges of health and hospital administration. ഈ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന ചലഞ്ചസ്. ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ ചലഞ്ചസ്? വെല്ലുവിളികൾ അല്ലെ? ചലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഈ ഒരു പോർഷൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ ജസ്റ്റ് കുറച്ച് പേഷ്യന്റ് ഏതൊക്കെ ചലഞ്ചസ് ആണ് അതും ഇതുപോലെ പോയിന്റ്സ് ഉള്ളൂ കേട്ടോ. പേഷ്യന്റ് സർവീസ് ചലഞ്ച് ഏതൊക്കെയാണ്, ഏതൊക്കെ ഫീൽഡിലാണ് വരുന്നത്, പിന്നെ അതിനകത്ത് വരുന്ന ഇന്റേണൽ ചലഞ്ചിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, എക്സ്റ്റേണൽ ചലഞ്ചിൽ ഏതൊക്കെയാണ് വരുന്നത്, പുറമേ നിന്നുള്ള വെല്ലുവിളികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ചലഞ്ചസിനെ ഓവർകം ചെയ്യാനായിട്ട്, അപ്പൊ ചലഞ്ചസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനൊന്ന് ഓവർകം ചെയ്ത് നിർത്തണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ, സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്. ഈ ചലഞ്ചസിനെ ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജീസ്. ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാനുള്ള, അതുകൊണ്ട് തന്നെ വേഗം നമുക്ക് ആ പോയിന്റ്സുകൾ മാത്രം പറയേണ്ട കാര്യമുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ചലഞ്ചസ് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഓക്കെ. Challenges of health and hospital administration. The technological progress in the field of medical science have overturned our social, economic, and political policies and have provided the clinicians with the newly discovered aids for diagnosis and treating illness. ഇവിടെ എന്താ വെച്ചാൽ പറഞ്ഞേക്കുന്നത്, മെഡിക്കൽ സയൻസിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ്. മെഡിക്കൽ സയൻസിൽ പുതിയ പുതിയ കുറെ ടെക്നോളജി വന്നിട്ടുണ്ടല്ലോ. മെഡിക്കൽ സയൻസിൽ ഇപ്പൊ കുറെ ടെക്നോളജികൾ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ മെഡിക്കൽ സയൻസിലെ ടെക്നോളജിക്കൽ പ്രോസസ്സ് നമ്മുടെ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പോളിസീസിനെ, പൊളിറ്റിക്കൽ നയങ്ങളെയൊക്കെ എന്ത് ചെയ്തു? ഓവർടേൺ, തകിടം മറിക്കുകയും. അപ്പോ ഈ മെഡിക്കൽ സയൻസിലുള്ള ഈ മെഡിക്കൽ സയൻസിലുള്ള ടെക്നോളജിക്കൽ പ്രോഗ്രസ്, ടെക്നോളജി രംഗത്തുണ്ടായിരുന്ന പ്രോഗ്രസ്, പുരോഗതി നമ്മുടെ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പോളിസീസ്, പൊളിറ്റിക്കൽ നയങ്ങളെ ഓവർടേൺ ചെയ്യുകയും തകിടം മറിക്കുകയും ഈ ഇവിടെ നോക്കിയ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റിംഗ് ഇൽനെസ്, രോഗം ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ തന്നെ ചികിത്സയ്ക്കുമായിട്ട് കണ്ടെത്തിയ പുതിയ എയ്ഡ്സുകള് ക്ലിനിഷ്യന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. ആൻഡ് പ്രൊവൈഡഡ് ദ ക്ലിനിഷ്യന് എന്ത് ചെയ്തു? പ്രൊവൈഡ് ചെയ്തു. ആൻഡ് ദ ക്ലിനിഷ്യൻ വിത്ത് ന്യൂലി ഡിസ്കവേർഡ് എയ്ഡ് ഫോർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റിംഗ് ഇൽനെസ്. ഇത് രോഗം ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും ആ രോഗത്തെ രോഗ ചികിത്സയ്ക്കും വേണ്ടിയിട്ട് ഉള്ള പുതിയതായി കണ്ടെത്തിയ എയ്ഡ്സുകള് ക്ലിനിഷ്യന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. And how provided the clinician with the newly discovered aids for diagnosis and treating illness. ഇവിടെ പറഞ്ഞേക്കുന്ന the technological progress in the field of medical science have overturned our social, economic, and political policies and have provided the clinician with the newly discovered aids for diagnosis and treating illness. ഇവിടെ പറഞ്ഞത് മെഡിക്കൽ സയൻസിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ്, മെഡിക്കൽ സയൻസിലുള്ള ഈ ടെക്നോളജിക്കൽ പ്രോസസ്സ് നമ്മുടെ സോഷ്യൽ, എക്കണോമിക് ആയിട്ടുള്ളത്, പൊളിറ്റിക്കൽ പോളിസീസ്, പൊളിറ്റിക്കൽ നയങ്ങളെ എന്ത് ചെയ്തു? ഓവർടേൺ ചെയ്യുകയും അതിനെ തകിടം മറിക്കുകയും അത് ഈ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിനെ ട്രീറ്റിംഗ് ഇൽനെസ്, രോഗ ചികിത്സയ്ക്കുമായിട്ട് പുതുതായിട്ട് കണ്ടെത്തിയ എയ്ഡ്സുകള് അത് ക്ലിനിഷ്യന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. Provided by the clinician with the newly discovered diagnosis and treating illness. Demand from the clinician and community to provide newly discovered technological capabilities in the hospital and health service system. ഈ ഹോസ്പിറ്റലിലും ഇവിടെ നോക്കിയ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് സർവീസ് സിസ്റ്റം പറഞ്ഞേക്കണേ. ഇവിടെ നോക്കിയ ഹോസ്പിറ്റലിലും ഹെൽത്ത് സർവീസ് സിസ്റ്റത്തിലും പുതുതായി കണ്ടെത്തിയിട്ടുള്ള ഈ കഴിവുകള്, കണ്ടെത്തിയ സാങ്കേതിക
കഴിവുകൾ. ഓക്കെ, ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസ്. പുതുതായിട്ട് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ന്യൂലി ഡിസ്കവേർഡ് ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസ് ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് സർവീസ് സിസ്റ്റം. ഹോസ്പിറ്റലിലും ഈ ഹെൽത്ത് സർവീസ് സിസ്റ്റത്തിലും പുതിയതായിട്ട് കണ്ടെത്തിയ ഈ ടെക്നോളജീസ്, ന്യൂലി ഡിസ്കവേർഡ് ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസ്, പുതുതായി കണ്ടെത്തിയ സാങ്കേതിക കഴിവുകൾ നൽകണമെന്ന് ക്ലിനിഷ്യനും കമ്മ്യൂണിറ്റിയും എന്ത് ചെയ്യുന്നു, ആവശ്യപ്പെടുന്നു. ഡിമാൻഡ് ഫ്രം ദ ക്ലിനിഷ്യൻ ആൻഡ് കമ്മ്യൂണിറ്റി. ഡിമാൻഡ് ഫ്രം ദ ക്ലിനിഷ്യൻ ആൻഡ് കമ്മ്യൂണിറ്റി ടു പ്രൊവൈഡ് newly discovered technological capabilities in the hospital and health service system. It has been noticed that at least half of the last decades rise in the medical costs in the imputable to high technology medicine, especially diagnosis and surgical procedure. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? ഓക്കെ, ഈ ഡെക്കേഡ്സ് എന്ന് പറഞ്ഞ ഒരു പീരീഡിനെ പറയുന്നത്, ദശകങ്ങള്, കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് എന്നുള്ള മീനിങ്ങാണ് ഡെക്കേഡ്സ്. DECADS ഓഫ് ദ ലാസ്റ്റ് ഡെക്കേഡ്സ് എന്ന് പറഞ്ഞ കഴിഞ്ഞ ഈ കുറച്ച് ദശകങ്ങളില് ഈ കുറഞ്ഞത് അത് ഒരു പകുതിയോളം എങ്കിലും ഈ മെഡിക്കൽ ചെലവുകൾ ഉയർന്നത് ആ ഉയർന്ന സാങ്കേതിക വിദ്യയുടെ, പ്രത്യേകിച്ച് ഇവിടെ പറയുന്നുണ്ട് സർജിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിൽ മൂലമാണെന്ന് അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇറ്റ് ഹാസ് ബീൻ നോട്ടീസ്ഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് half of the last decades rise in the medical cost in the imputable. അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, അവിടെ അട്രിബ്യൂട്ടബിൾ എന്നാണ് കേട്ടോ, ATTRIBUTABLE, attributable to high technology medicine, especially diagnosis and surgical procedure. കഴിഞ്ഞ കുറച്ച് ഡെക്കേഡ്സ് ആയിട്ടുള്ള ദശകങ്ങളിൽ കുറഞ്ഞത് പകുതിയോളം ഉള്ള മെഡിക്കൽ ചെലവുകളൊക്കെ ഉയർന്ന ആ ടെക്നോളജിയുടെ, ഹൈ ടെക്നോളജിയുടെ, ഉയർന്ന സാങ്കേതിക വിദ്യയുടെ, പ്രത്യേകിച്ച് ഡയഗ്നോസിക്കിന്റെ അല്ലെങ്കിൽ സർജിക്കൽ, എസ്പെഷ്യലി ഡയഗ്നോസ്റ്റിക് ആൻഡ് സർജിക്കൽ പ്രൊസീജിയർ മൂലമാണെന്ന് അവിടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. നോട്ടീസ് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. In spite of the health costs, the commercial firm and corporate bodies are launching the state of the hospital with the newest medical technology with the economic returns and are increasing. ഈ ഉയർന്ന ചെലവുകൾക്കിടയിലും ഇവിടെ പറഞ്ഞേക്കുന്ന ഉയർന്ന കൊമേഴ്ഷ്യൽ ഫേം ആൻഡ് കോർപ്പറേറ്റ് ബോഡീസ്, വാണിജ്യ സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് ബോഡീസ്, ഉയർന്ന ഈ ചെലവുകൾക്കിടയിലും വാണിജ്യ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ഏറ്റവും പുതിയ ഒരു മെഡിക്കൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് സാമ്പത്തിക ലാഭത്തോട് തന്നെ ആശുപത്രിയുടെ ഒരു അവസ്ഥ ആരംഭിക്കുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. In spite of the high cost, the commercial firms and the corporate bodies are launching the state of the hospital with the newest medical technology with the economic returns and are increasing. ഇവിടെ നോക്കിയേ, ഇത് എന്താണ്? This proves that growth level of the healthcare awareness among the people and the utilization of such services by the people from the private sector too. ഇവിടെ എന്താ പറഞ്ഞെങ്കിൽ ഈ ജനങ്ങൾക്കിടയിൽ ഈ ഹെൽത്ത് കെയർ അവയർനെസ് വളരുന്നതിനും അവിടെ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ആളുകൾ അത്തരം സേവനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുന്നതിനും അവർ യൂട്ടിലൈസ് ചെയ്യുന്നതിനും ഇത് ഒരു തെളിയിക്കുന്നു. എന്താ പറഞ്ഞേക്കുന്നത്? ദിസ് പ്രൂവ്സ് ദാറ്റ്, എന്താ പ്രൂവ് ചെയ്യുന്നത്? ദിസ് പ്രൂവ്സ് ദാറ്റ് ദ ഗ്രോത്ത് ലെവൽ ഓഫ് ഹെൽത്ത് കെയർ അവയർനെസ് എമംഗ് ദ പീപ്പിൾ ആൻഡ് ദ യൂട്ടിലൈസേഷൻ ഓഫ് സച്ച് സർവീസസ് ബൈ ദ പീപ്പിൾ ഫ്രം ദ പ്രൈവറ്റ് സെക്ടർ ടു. പറഞ്ഞുണ്ടോ? അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്കിടയിൽ ഒരു അവയർനെസ് വളരുന്നതിനും ഇവിടെ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ആളുകൾ അത്തരം സേവനങ്ങൾ അവിടെ പ്രയോജനപ്പെടുത്തുന്നതും ഇത് തെളിയിക്കുന്നു. ഇവിടെ ഇനി ഇത് തന്നേക്കുന്നു നോക്കിയാൽ, ഇറ്റ് ഷോസ് ദാറ്റ് ദർ ഈസ് increasingly more and more supremacy by consumer rather than
rather than providers or procedure in medical practices. മെഡിക്കൽ പ്രാക്ടീസ് ഹോസ്പിറ്റലില് ഇവിടെ പ്രൊസീജിയറിനേക്കാളും ഇവിടെ പ്രൊഡ്യൂസേഴ്സിനേക്കാളും ഇവിടെ തന്നേക്കണ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്? കൺസ്യൂമറിനാണ്. കൺസ്യൂമർ റാദർ ദാൻ പ്രൊവൈഡേഴ്സ് ഓർ പ്രൊസീജിയർ. അവിടെ പ്രൊവൈഡ് ചെയ്യുന്നവരെക്കാളും പ്രൊസീജിയറിനേക്കാളും ഇവിടെ കൺസ്യൂമറിനാണ് കൂടുതൽ അവിടെ സുപ്രീമസി മേൽക്കോയ്മ കൊടുത്തിട്ടുള്ളത്. It shows that there is increasing more and more supremacy by consumer. അവിടെ അപ്പൊ ആർക്കാണ് സുപ്രീമസി കൊടുത്തേക്കുന്നത്? അവിടെ ആർക്കാ കൊടുത്തേക്കുന്നത്? കൺസ്യൂമറിനാണ്. റാദർ ദാൻ പ്രൊവൈഡേഴ്സ്, അത് പ്രൊവൈഡ് ചെയ്യുന്നവരെക്കാളും ഓർ പ്രൊസീജിയർ, അവിടെ പ്രൊസീജിയറിനേക്കാളും കൂടുതൽ ഈ സുപ്രീമസി കൊടുത്തേക്കുന്നത് കൺസ്യൂമറിനാണ്. ഈ ലാസ്റ്റ് പാരഗ്രാഫ് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പോലെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഹോസ്പിറ്റൽ ഇൻക്ലൂഡിംഗ് ടു പ്രൊവൈഡ് മോർ ആൻഡ് മോർ റിച്ചേർഡ് സർവീസസ് ഇൻ വൺ ഡിസിപ്ലിൻ ഓർ അതർ rather than a holistic institution of healthcare with a multidisciplinary medical team like eye, ENT, general surgery, etc., resulting it to be a പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഇത് എന്തായിട്ടാ പറഞ്ഞേക്കുന്ന? പ്രോഫിറ്റ് ഓറിയന്റഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു ലാഭാധിഷ്ഠിതമായിട്ടുള്ള ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ നോക്കി, അതൊക്കെ ഒരു ചലഞ്ചാണ്. ഇതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ചലഞ്ചസ്, വെല്ലുവിളികളിൽ വരുന്ന കാര്യമാണ്. ലാസ്റ്റ് പാരഗ്രാഫ് ഒന്നുകൂടെ നോക്കിയേ. Hospital including to provide more and more structured services in one discipline or other. ഇവിടെ നോക്കിയേ, rather than a holistic institution of health care with a multidisciplinary medical team like ഏതൊക്കെയാ? eye, ENT, ജനറൽ സർജറി. ഇവിടെ ENT ജനറൽ സർജറി പോലെയുള്ള മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീം, ഈ മൾട്ടി ഡിസിപ്ലിനറി ഈ മെഡിക്കൽ ടീമുള്ള ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ, ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ഒരു സമഗ്രമായിട്ടുള്ള ഒരു സ്ഥാപനം. അതാണ് ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞ മീൻ ചെയ്യുന്നത്. ഒരു സമഗ്രമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഓക്കെ, അവിടെ പ്രൊമോട്ട് മെന്റൽ, എങ്ങനെയുള്ള മെന്റൽ, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹോളിസ്റ്റിക്, ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇങ്ങനെ ENT ജനറൽ സർജറി പോലെയുള്ള മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീമുള്ള ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് കെയറിനേക്കാൾ ഒരു വിഭാഗത്തിലോ അല്ലെങ്കിൽ മറ്റു കൂടുതൽ തകർന്ന സേവനങ്ങൾ നൽകുന്ന ഒരു ആശുപത്രി ഉൾപ്പെടെയുള്ള അത് പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് അത് മാറും. അത് പറഞ്ഞേക്കുന്നത് റിസൾട്ടിങ് ഇറ്റ് ബി എ പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഇനി ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ തന്നേക്കുന്ന ഓരോ ചലഞ്ചസും ആണ്. ഇത് നിങ്ങളൊന്ന് നോക്കണം. പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ വരുന്നത്, അല്ലെങ്കിൽ ഇന്റേണൽ സർവീസ് ചലഞ്ചിൽ വരുന്നത്, പിന്നെ അതുപോലെ എക്സ്റ്റേണൽ ചലഞ്ചിൽ വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത്. ഇവിടെ പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കി. ക്വാളിറ്റി കെയർ, ഒരു ക്വാളിറ്റി എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ വരുന്നതാണ്. ഒരു നല്ല ക്വാളിറ്റി നമ്മൾ കൊടുത്ത, ഒരു നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമാണ് നമ്മളൊരു നല്ലൊരു, അല്ലെ, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് അല്ലേ? ക്വാളിറ്റി ഇമ്പോർട്ടന്റ് അല്ലേ? അല്ലേ? ക്വാളിറ്റി കെയർ. അപ്പൊ അത് പേഷ്യന്റ് സർവീസിൽ വരുന്ന, അതിനകത്ത് ചോദിക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പേഷ്യന്റ് സർവീസ് ചലഞ്ചസ്. അപ്പൊ ക്വാളിറ്റി കെയർ, ആ പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിക്കുക കേട്ടോ. ക്വാളിറ്റി കെയർ വരുന്നുണ്ട്. രണ്ടാമത്തെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് സംതൃപ്തി. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചലഞ്ചാണ്. ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു ഇതാണ്. നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ മാത്രമാണ് നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നുള്ളൂ. അപ്പൊ അതൊരു നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ വരുന്നതാണ്. ഒരു നല്ലൊരു രീതിയിൽ അവർ പേഷ്യന്റിന് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, ഒരു സംതൃപ്തി കിട്ടുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത്. പിന്നെ ന്യൂ ടെക്നോളജി, അവിടെ നോക്കുക, പുതിയ പുതിയ ടെക്നോളജീസ്. ഇത് പേഷ്യന്റിനെ നല്ലോണം എന്താ പറയാ, അവര് സർവ് ചെയ്യണമെങ്കിൽ നല്ല നല്ല ടെക്നോളജീസ് ആവശ്യമായിട്ട് വരും.
പുതിയ ന്യൂ ടെക്നോളജി, സർവീസ് എക്സ്പാൻഷൻ, സർവീസിന്റെ ഒരു വികസനം, എക്സ്പാൻഡ് സർവീസ്, കൂടുതൽ സർവീസുകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്, സർവീസ് എക്സ്പാൻഷൻ, ഓവർ ക്രൗഡിങ്, അമിതമായിട്ടുള്ള തിരക്ക്, ഓവർ ക്രൗഡിങ്, ഇത്രയും പേഷ്യന്റ് സർവീസ് ചലഞ്ചസിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ ആ പേരുകൾ അതിനകത്ത് ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് പഠിക്കുക. ഏതൊക്കെയാ വരുന്നത്? പേഷ്യന്റ് സർവീസ് ചലഞ്ചസിൽ വരുന്ന ഏതൊക്കെയാ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ? ക്വാളിറ്റി കെയർ, സർവീസ്, ഓവർ ക്രൗഡിങ്, ഇത് പേഷ്യന്റ് സർവീസ് ചലഞ്ചസിൽ വരുന്നതാണ്. ഇനി അടുത്ത് നോക്കിയേ ഇന്റേണൽ ചലഞ്ചസ്. ഇന്റേണൽ ചലഞ്ചസിൽ വരുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ്, ക്വാളിറ്റീനെ മാനേജ് ചെയ്യുക എന്നുള്ള ക്വാളിറ്റി മാനേജ്മെന്റ് വരുന്നുണ്ട്. പിന്നെ കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, ചെലവ് നിയന്ത്രണവും അതുപോലെയുള്ള സാമ്പത്തിക പരിമിതികളും. കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻസ്, ചെലവ് നിയന്ത്രണവും സാമ്പത്തിക പരിമിതികളും. പിന്നെ ലീഡർഷിപ്പ് മോട്ടിവേഷൻ, ലീഡർഷിപ്പ് മോട്ടിവേറ്റ് ചെയ്യുക. ഇതൊക്കെ ആ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അതിന്റെ കീഴിൽ വരുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ ഇതിനകത്ത് ഇന്റേണൽ ചലഞ്ചസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണ് അങ്ങനെ വരുന്നത്. പിന്നെ അതിനകത്ത് വരുന്നതാണ് ലീഡർഷിപ്പ് മോട്ടിവേഷൻ, പിന്നെ മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി, പിന്നെ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, പിന്നെ പവർ ക്രേസ്, മാൻ പവർ മാനേജ്മെന്റ്, ടെക്നോളജിക്കൽ മാനേജ്മെന്റ്, ഫിക്സ്ഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇത്രയും ഇന്റേണൽ ചലഞ്ചസിൽ വരുന്നതാണ്. ഇതിന് എന്താ പറയാ എക്സ്ട്രാ ആയിട്ടും പറയാനൊന്നുമില്ല. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ നോക്കിയപ്പോ ഈ ചലഞ്ചസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇതിനകത്ത് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇന്റേണൽ ചലഞ്ചസിൽ വരുന്ന ക്വാളിറ്റി മാനേജ്മെന്റ് വരുന്നുണ്ട്, കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് വരുന്നുണ്ട്, പിന്നെ ലീഡർഷിപ്പ് മോട്ടിവേഷൻ, മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി, കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് വെച്ചാൽ മത്സര ബുദ്ധി അല്ലെ. കോമ്പറ്റീറ്റീവ് എന്ന് പറഞ്ഞത് മത്സര ബുദ്ധിയുള്ള, പരസ്പരം കോമ്പറ്റ് ചെയ്യുന്ന കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, പവർ ക്രേസ്, അധികാരാവേശം, പവർ ക്രേസ്, അധികാരാവേശം, മാൻ പവർ മാനേജ്മെന്റ്, ടെക്നോളജി മാനേജ്മെന്റ്, പിന്നെ ഫിക്സ്ഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, സ്ഥിരമായിട്ടുള്ള ഒരു ഘടന സ്ട്രക്ചർ, ഫിക്സ്ഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇത്രയും ഇന്റേണൽ ചലഞ്ചസിൽ വരുന്നതാണ്. ഇനി അടുത്തതാണ് എക്സ്റ്റേണൽ ചലഞ്ചസ്. ഇതിനകത്തും കുറച്ച് പോയിന്റ്സ് ഉള്ളൂ, 6 പോയിന്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് എക്സ്റ്റേണൽ ചലഞ്ചസ്. ഇതിനകത്ത് നോക്കിയിരിക്കുക ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻ. എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്നതാണ് ബയോമെഡിക്കൽ. ഇത് പുറമെയുള്ള ചലഞ്ചസ്, വെല്ലുവിളികളാണ് ഇതിനകത്ത് വരുന്നത്. ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. അടുത്താണ് കൺസ്യൂമറിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ, ഒരു ശരിയായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കാനുള്ളത്, റൈറ്റ് ടു ഇൻഫർമേഷൻ. പിന്നെ ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ്, ലീഗൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, അതൊക്കെ എക്സ്റ്റേണൽ ചലഞ്ചിൽ വരുന്നതാണ് കേട്ടോ. ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ്. പിന്നെ പബ്ലിക് റിലേഷൻ, പൊതുജനം എന്താ പറയാ, പബ്ലിക് റിലേഷൻ, പൊതുജന സമ്പർക്കം, ഇതൊക്കെ പുറമെയുള്ള ചലഞ്ചസ് ആണ്. എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്നതാണ്. പബ്ലിക് റിലേഷൻസ്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, പൊളിറ്റിക്കൽ സ്വാധീനം, പൊളിറ്റിക്സ്, ഇതൊക്കെ എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്നതാണ്. ഇപ്പൊ ഏതൊക്കെയാ എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്ന ഏതൊക്കെയാ വരുന്ന? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ലാസ്റ്റ് ഒരു ഇതും കൂടി ഉള്ളൂ. ഇന്ന് ഞാൻ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്കൊന്ന് തീർക്കാന്ന് വിചാരിച്ചാണ്. ഓക്കെ, നമുക്ക് ഇനി 10 മിനിറ്റ് ഉണ്ടല്ലോ. ഇനി ഇതിന് ഇപ്പൊ ഇങ്ങനെയുള്ള ചലഞ്ചസ് മാത്രം മതിയോ? അപ്പൊ അതിന് നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ഓവർകം ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? തന്ത്രങ്ങള്, സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മാർക്കറ്റിംഗിലൊക്കെ കുറെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്, ഈ ചലഞ്ചസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? അപ്പൊ ഇതും ഇതുപോലെ ഈ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ പഠിക്കാം. യുവർ സ്ട്രാറ്റജീസ് നോക്കി ഏതൊക്കെയാണെന്ന്. സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്, ഈ ചലഞ്ചസിനെ മീറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് നോക്കാം. അടുത്ത ഫസ്റ്റ് വരുന്നതാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, സാങ്കേതികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ.
അപ്പൊ ടെക്നോളജി പരമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ടെക്നോളജിക്കലി എന്താ പറയാ മുന്നേറിക്കൊണ്ടിരുന്ന ടെക്നോളജിക്കൽ രംഗത്തുണ്ടാകുന്ന പുരോഗതി, ഈ വെല്ലുവിളികളെയൊക്കെ നമുക്ക് നേരിടാനുള്ള ഒരു സ്ട്രാറ്റജീസിൽ ഉൾപ്പെടും. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, സാങ്കേതിക മുന്നേറ്റങ്ങള്, പിന്നെ പവർ ഷെയറിങ്, അവാർഡ്സ് ആൻഡ് പബ്ലിഷ്മെന്റ്. അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ് ആണ് കേട്ടോ. പണിഷ്മെന്റ്, അവാർഡുകളും അതുപോലെ തന്നെ എന്തെങ്കിലും പണിഷ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പണിഷ്മെന്റ്സ്. ഓക്കെ, പവർ ഷെയറിങ്, അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്, ഇൻക്രീസ് എഫിഷ്യൻസി, കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. അപ്പൊ നമ്മൾ എഫിഷ്യൻസി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, കുറേയും ഈ ചലഞ്ചസിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്തുകൊണ്ട് പോകാം അല്ലെ. അപ്പൊ എഫിഷ്യൻസിയിൽ കാര്യക്ഷമത കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യുക, കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ഇൻക്രീസ് എഫിഷ്യൻസി, ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ, പേഷ്യന്റ് സേഫ്റ്റി കെയർ ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യുക. പേഷ്യന്റ് കുറച്ചുകൂടി സേഫ്റ്റി അതുപോലെ തന്നെ അവരുടെ കെയർ ഒക്കെ ഇംപ്രൂവ് ചെയ്യുക. ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ, ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസസ്, മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസസ്, പിന്നെ ലീഡർഷിപ്പ് മോട്ടിവേഷൻ ഇതിനകത്തും വരുന്നുണ്ട് കേട്ടോ. അതിനകത്ത് നമ്മൾ പഠിച്ച ചാലഞ്ചസിലും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാലഞ്ചസിൽ ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജീസിലും ലീഡർഷിപ്പ് മോട്ടിവേഷൻ വരുന്നുണ്ട്. പിന്നെ കരിയർ ഡെവലപ്മെന്റ്, റീ ഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്, പിന്നെ റീസ്ട്രക്ചറിങ്, ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്. ഇത്രയും അതിനെ മറികടക്കാവുന്ന സ്ട്രാറ്റജീസിൽ വരുന്നതാണ്. ഇതിന്റെ ഉള്ളിലേക്ക് കയറി അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതുവരെയും ചോദിച്ചിട്ടില്ല. അപ്പൊ ഇതിനകത്ത് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്നുള്ളത് ആ പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി. അപ്പോ ഇതും കൂടി നോക്കി ഇന്ന് നമ്മുടെ ചാപ്റ്റർ ഞാൻ തീർക്കുവാണ്. കുറേ ക്ലാസ്സുകളായി നമുക്കിത് ലാസ്റ്റ് ഈ ചാപ്റ്ററുകളൊക്കെ ഒക്കെയാണ് നമുക്ക് കൂടുതൽ ടൈം വന്നത്. ഒരുവിധം എല്ലാവർക്കുടെയൊക്കെ ചാപ്റ്റർ അശ്വതി മിസ്സിന്റെ ആണെങ്കിൽ ഒരു ക്ലാസ് മതി എന്ന് പറയണ്ടായിരുന്നു തീരാനായിട്ട് അല്ലെ. തീർന്നില്ലേ മിസ്സിന്റെ? അല്ലെ, നമുക്കാണ് കുറേയും ഇതുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടന്റ് കൂടുതൽ കൊണ്ടതാണോ, കുറച്ച് പതുക്കെ പോയത് കൊണ്ടാണോ, എന്താണെങ്കിലും ഒരു ചാപ്റ്റർ കൂടി ഇട്ട് നമുക്ക് തീർക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ റിവിഷൻ പറയില്ല. ഇപ്പൊ കഴിഞ്ഞ ചാപ്റ്ററിന് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് എഴുതിക്കൊണ്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നൊന്നുമില്ല. ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തില്ല. അപ്പൊ ഈ ഒരു അടുത്തൊരു ചാപ്റ്റർ കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പൊ കിട്ടിയേക്കുന്ന ഇതനുസരിച്ച്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ 3 ക്ലാസ് വരുന്നുണ്ടല്ലോ നമുക്ക് ആഴ്ചയിൽ. ഇനിയിപ്പോ 2 ദിവസം കൂടി ഉണ്ട്, നാളെ മറ്റന്നാളുണ്ട്, പിന്നെ അടുത്ത ആഴ്ച. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമുക്ക് തീർക്കാൻ പറ്റുന്ന വേഗം തീർത്തിട്ട് ഇതിനകത്ത് വരുന്ന 1 വേർഡ്സ് എഴുതി പോകാം. അപ്പൊ നമുക്ക് ഈ ഇതിനെ ബേസ് ചെയ്തിട്ട് കിട്ടുന്ന 1 വേർഡ്സുകൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയാ ഇതൊന്ന് ക്ലിയർ ആവും ചെയ്യും. ഇത് കുറെയൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഒരു എസ്സേ പോലെയൊക്കെ ഇങ്ങനെയാ കൊടുത്തേക്കുന്നത്. അത് കണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. ഇപ്പൊ അതിനകത്തുനിന്ന് പ്രീവിയസ് ഇയറിലെ 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞ ഇതിനകത്ത് കൂടുതൽ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ഇതിനകത്ത് ഈ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് ഉണ്ടാകുന്ന ഈ ചലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് അത് ഏതൊക്കെയാണ്, ഈ സ്ട്രാറ്റജീസിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചു കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ പേരുകൾ ഒന്ന് നോക്കി വെക്കാം. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, പവർ ഷെയറിംഗ്, അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്, ഇൻക്രീസ് efficiency, improve patient safety and care, developing modern hospital information system, marketing of hospital service, leadership motivation, career development, റീഓറിയന്റേഷൻ ഓഫ് ട്രെയിനിങ്. ഈ റീഓറിയന്റേഷൻ ഓഫ് ട്രെയിനിങ് ഫോർ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അവിടെ ജീവനക്കാർക്കുള്ള ഒരു പുനഃക്രമീകരണ പരിശീലനം. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വെല്ലുവിളികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യുക, ഒന്ന് റീഓർഗനൈസ് ചെയ്യുക, റീഓറിയന്റേഷൻ കൊടുക്കുക. ട്രെയിനിങ് ഓഫ് സ്റ്റാഫ്, ജീവനക്കാർക്കുള്ള ഒരു പുനഃക്രമീകരണ പരിശീലനം. അപ്പൊ വീണ്ടും ഒന്നുകൂടെ അവർ ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ ആ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് പോവാം. പിന്നെ റീസ്ട്രക്ചറിങ്, ഒന്നോടെ ഒന്ന് വീണ്ടും അതിൽ ആ സ്ട്രക്ചറിങ്ങിലൊക്കെ ഒന്ന് മാറ്റങ്ങൾ വരുത്തുക. ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റി, വ്യക്തമായ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം. ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്. ഇത്രയാണ് സ്ട്രാറ്റജീസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് കണ്ടിട്ട് ആരും വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. പിന്നെ ഞാൻ മാക്സിമം നിങ്ങൾക്ക് 1 വേർഡ്സുകൾ ഇതിൽ നിന്ന് നമുക്ക് 1 വേർഡ്സുകൾ എഴുതി പോകാം. ഈ ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മൾ ഒരുവിധം ആയിക്കോളും. ഓക്കെ, ഓക്കെ അല്ലേ? ഇന്ന് ഞാൻ ചാപ്റ്റർ തീർത്തോട്ടാ.
എല്ലാവരെയൊക്കെ എവിടെ പോയി വിശക്കണ്ട? അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇന്നും പഠിച്ചതിൽ നമ്മൾ എന്താ പറയാ ടേബിൾ ഒന്ന് നോക്കണം. ഇതാ ഇൻസിഡൻസിന്റെ ഫോർമുല നമ്മൾ പറഞ്ഞു, അത് നോക്കാം. പിന്നെ എന്താണ് ഈ ഇൻസിഡൻസ് എവിടെയൊക്കെയാണ് ഹെൽപ്ഫുൾ ആവണേന്നുള്ള 5 പോയിന്റ്സുകൾ നോക്കണം. പിന്നെ ചലഞ്ചസ് ഇതിന്റെ ഉള്ളിൽ നിന്നൊന്നും ഈ പാരഗ്രാഫിൽ നിന്നും പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അതിന്റെ ഉള്ളിൽ നിന്നൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ വരുന്നത്, ഇന്റേണൽ ചലഞ്ചിൽ, എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്നത്, പിന്നെ ഈ ചലഞ്ചസിനെ ഓവർകം ചെയ്യാനുള്ള അതിന്റെ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നാളെ ഒരു ചാപ്റ്റർ ഉണ്ട്, ഒരു പുതിയ ചാപ്റ്റർ. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടോ. എന്തായാലും റിവിഷൻ കിട്ടുമ്പോൾ നമുക്ക് ഇതിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് എഴുതാം. ക്ലാസ്സിലൊക്കെ ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഓക്കെ, എന്നാ ക്ലാസ് ഞാൻ നിർത്തിക്കോട്ടെ? ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ ചലഞ്ചസ് ഒക്കെ നോക്കണം കേട്ടോ. ഇന്ന് തന്നെ അതിനകത്ത് വരുന്നത്, അതിനകത്ത് എക്സ്ട്രാ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ഇതിനകത്ത് ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പോയിന്റ് തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, താങ്ക് യു.